برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العافية وأبواب الصحة وأبواب السلامة وأبواب القوة وأبواب الفرح والسرور يا رب العالمين. اللهم افتح لنا باب كل نعمة وبركة في جميع أمورنا، وارحمنا وآباءنا وأمهاتنا وأساتذتنا كما ربونا صغارا. اللهم بارك لنا ولأهلنا في كل ما أعطيتنا وإياهم وفي كل ما تعطينا وإياهم يا أكرم الأكرمين ويا أرحم الراحمين. اللهم ببابك نقف نرجو رحمتك فلا تجعلنا من المطرودين. فاغفر لنا ذنوبنا وأد ديوننا واشف أمراضنا وبلغ آمالنا وحقق رجاءنا فيك من العفو والغفران. وارحمنا وآباءنا وأمهاتنا وأساتذتنا كما ربونا صغارا. اللهم ارحم آباءنا وأمهاتنا وأساتذتنا كما ربونا صغارا. اللهم إنا نسألك بحق نبيك المصطفى محمد صلى الله عليه وسلم عافية لا سقم معها وطول عمر لا هم فيه وطاعة لا معصية معها وبركة لا نقصان فيها. ورحمنا وآباءنا وأمهاتنا وأساتذتنا كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. وصلى الحمد لله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد. 71-ാമത്തെ പേജ് 7-1 സൂറത്ത് ആലു ഇമ്രാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാൻ ഉള്ള അധ്യായമാണ്. റബീഉൽ അവ്വൽ കഴിയോളും ഹബീബിനെ കുറിച്ച് മാത്രം പറയുക എന്ന തീരുമാനം അനുസരിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നത് സൂറത്ത് ആലു ഇമ്രാനിലെ 159
159 71 പേജിലുള്ള ആ ആയത്താണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നബിദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും വിളിച്ചു, ക്ലാസ്സിന് വരാൻ പറ്റൂല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഒരു കുറവ് നന്നായി കാണുന്നുണ്ട്. നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് വളരെ ശുഷ്കിച്ചുകൊണ്ടാണ് ഇന്നുള്ളത്. ഏതാവട്ടെ, എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ മുത്തുനബി, നമ്മുടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നത് കാരണമായി നമ്മുടെ ഖൽബിനും ശരീരത്തിനൊക്കെ ഒരുപോലെ സന്തോഷം അള്ളാഹു നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ 159 ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. حبيبنا وسيدنا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദീനിലേക്ക് ആളുകൾ ആകൃഷ്ടരായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് നടത്തിയ സമയത്ത്, പ്രബോധനം നടത്തിയ സമയത്ത് പരിശുദ്ധ ദീനിലേക്ക് ആളുകൾ വന്നത് അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യം കണ്ടുകൊണ്ട് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മൈക്കിൾ എസ്ഹാർട്ട് രേഖപ്പെടുത്തിയതും ഇത് തന്നെയാണ്. അദ്ദേഹം 100 നേതാക്കളെ, ലോകത്തെ സ്വാധീനിച്ച 100 ലീഡേഴ്സിനെ അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയ ഒരു പുസ്തകം ഉണ്ടാക്കുമ്പോൾ അതിൽ 1-ാം സ്ഥാനത്ത് അദ്ദേഹം പരിചയപ്പെടുത്തിയത് മുത്തുനബിയെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം അല്ലെങ്കിലും എന്തുകൊണ്ട് ഇസ്ലാമിന്റെ ലീഡറെ ഇങ്ങനെ പരിചയപ്പെടുത്തി എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നത്, കുറഞ്ഞ കാലയളവ് കൊണ്ട് 10-23 കൊല്ലക്കാലങ്ങളെ കൊണ്ട് സകല ചാബല്യങ്ങളുടെയും ഉടമകളായിരുന്ന ഒരു സമൂഹത്തെ, എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലത്തിന്റെ മുഴുവൻ ചാബല്യങ്ങളും അവരുടെ നിത്യശീലങ്ങളായിരുന്നു. സംസ്കാരം തൊട്ടു തീണ്ടാത്ത ഒരു വർഗം, ആ വർഗത്തെ പെട്ടെന്ന് പരിവർത്തിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രബോധന മേഖലയിൽ മറ്റുള്ളവരിൽ നേതൃത്വത്തിന്റെ വിഷയത്തില് മറ്റുള്ളവരിൽ നിന്ന് മുഹമ്മദിനെ വ്യതിരിക്തമാക്കുന്ന ഒരു ഗുണം ഞാൻ കണ്ടത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം ആ ഒരു വിഷയം മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഏത് നോക്കിയാലും മുത്തുനബി അതിൽ നമ്പർ 1 ആണ്. നമ്മളെ വിഷയം അവിടെയാണ്. അയാൾ ഒരൊറ്റ കോണിലൂടെ റസൂലുള്ളാഹിനെ വീക്ഷിച്ചതാണ്. ഏതു വിഷയത്തിൽ നോക്കിയാലും അള്ളാഹുവിന്റെ റസൂല് നമ്പർ 1 ആണ്. ഏതു വിഷയത്തിലെടുത്ത് നോക്കിയാലും രണ്ടാമത്തെ ഒരാള്, വേറെ ഒരാള്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അയാൾ രണ്ടാമനാണ്, മൂന്നാമനാണ്, നാലാമനാണ്, തർക്കല്ല. ഹബീബ് തന്നെയാണ് ഒന്നാമൻ എല്ലാ വിഷയത്തിലും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം പോലും എഴുതിയ സമ്മതിച്ച ഒരു യാഥാർത്ഥ്യമാണ് മുത്തുനബിയുടെ സ്വഭാവ മഹിമ. അതാണ് അല്ലാഹു തആല പറയുന്നത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നബിയേ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ആ സ്നേഹവായ്പ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ആ സ്നേഹവായ്പ് കൊണ്ട് തങ്ങള് ലിൻതലഹും, അവരോട് തങ്ങൾ ലോലമനസ്കരായി. ലിൻതലഹും, ലിൻത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാന എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം അതിൽ നിന്ന് വന്നതാണ് ലിൻത. ലാന യലീനു എന്ന പദത്തിൽ നിന്ന്. ലാന എന്ന് പറഞ്ഞാൽ നേർമയാവുക, കട്ടി കുറഞ്ഞയാളാവുക, ഒന്നും കൂടെ പറഞ്ഞാൽ വളരെ നല്ല ലോല ഹൃദയനാവുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലിൻതലഹും, തങ്ങളുടെ അനുയായികൾക്ക് വേണ്ടി തങ്ങള് ലോല ഹൃദയനായി മാറിയത്, സഹൃദയനായി മാറിയത് തങ്ങളെ അള്ളാഹു തന്ന ആ പ്രത്യേക സ്നേഹവായ്പ് റഹ്മത്ത് എന്ന ഗുണം തങ്ങൾക്ക് അള്ളാഹു തആല സമ്മാനിച്ചതുകൊണ്ടാണ്. അത് പടച്ചോനാണ് തങ്ങളിൽ നിക്ഷേപിച്ചത് ആ റഹ്മത്ത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് മൊത്തം അനുഗ്രഹമായിട്ടാണ് നബിയെ തങ്ങളെ നാം പറഞ്ഞയച്ചിട്ടുള്ളത്. സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണ് മുഹമ്മദുനിൽ മുസ്തഫ. ഈ ഹബീബ് ഇന്ന് ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ആയത്ത് തന്നെ ചർച്ചക്കെടുക്കാൻ കാരണം. ഈ ഹബീബ് ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ദുബൈയിൽ റബീഉൽ അവ്വൽ 12 ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. ഗൾഫ് മേഖലയിൽ ഈ വർഷം അവർ തെരഞ്ഞെടുത്ത തലക്കെട്ട് സഹിഷ്ണുതയുടെ പ്രവാചകൻ എന്നാണ്. കാരണം എന്തുകൊണ്ട്? ഇപ്പൊ രാജ്യത്ത് ഏറ്റവും വലിയ ഒച്ചപ്പാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിലാണ്, അസഹിഷ്ണുതയുടെ പേരിൽ. സഹിഷ്ണുത, അതിന്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാന തത്വം എന്താണ്? സഹിഷ്ണുതയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളല്ലാത്തവർ, ഞമ്മന്റെ പാർട്ടിക്കാരനല്ലാത്തവൻ, നമ്മളെ മതക്കാരനല്ലാത്തവനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ചുറ്റുപാടാണ് സർവ്വ മതസ്ഥരുടെയും മനസ്സിൽ ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മതക്കാരനെ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എങ്കിൽ ഈ ഒരു ചിന്താഗതിയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഒരു കുട്ടിയും മുത്തുനബിയുടെ അടുത്തേക്ക് വരൂലായിരുന്നു. അള്ളാഹു പറഞ്ഞു, ആ വിശാലമായ മനസ്സാണ് തങ്ങളെ ആരെയും ഉൾക്കൊള്ളാൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വെച്ച് നീട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്ന ആശയമേതാണോ, ആദർശമേതാണോ, അതിന് വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു. തൗഹീദിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ സത്യമുള്ളൂ. അതൊക്കെ ഉറപ്പിച്ച് തറപ്പിച്ചങ്ങ് പറയാം. അതോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറ്റുള്ളവരെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു മുത്തുനബിക്ക്. അവരോടൊക്കെ പറയും, ദീൻ ഒന്ന് മാത്രമേ സത്യമുള്ളൂ, അതെന്റെ ദീനാണ്. മുദ്രാവാക്യം ഒന്നേ സത്യമുള്ളൂ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ എന്ന നിലക്ക് എല്ലാവരെയും പരിഗണിക്കണം. ഹബീബ് റസൂലുള്ളാഹി പരിഗണിച്ചു. അതാണ് ഇന്നത്തെ ഈ ആയത്തിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച സഹിഷ്ണുത, അവിടുന്ന് കാണിച്ച സ്നേഹവായ്പുകൾ, സഹനത്തിന്റെ കഥകള്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു തആല പറഞ്ഞു, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടിയ ഈ വിശാലമായ സ്നേഹവായ്പില്ലേ, ഇതാണ് കേട്ടോ ലിംതലഹും, തങ്ങൾ അവരോട് ലോല ഹൃദയനാവാൻ കാരണം. ഇത് പറഞ്ഞിട്ട് തുടർന്ന് പറഞ്ഞു, വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. തീർച്ചയായും നബിയെ തങ്ങളായിരുന്നെങ്കിൽ, വലൗ കുൻത തങ്ങളായിരുന്നുവെങ്കിൽ, ഫളൻ ഗലീദൽ ഖൽബി ഒരു കർക്കശ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ, കഠിന ഹൃദയനായിരുന്നെങ്കിൽ, ഫളൻ ഗലീദൽ ഖൽബ്
കഠിനഹൃദയനായ, കർക്കശ സ്വഭാവക്കാരനായ, വിട്ടുവീഴ്ച ചെയ്യാൻ അറിയാത്ത, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളായിരുന്നു തങ്ങളെങ്കിൽ തീർച്ചയാണ് ലംഫദ്ദൂ മിൻ ഹൗലിക്, തങ്ങളുടെ ചുറ്റും ഓടിക്കൂടിയ 10,000കണക്കിന് സ്വഹാബത്ത് ലംഫദ്ദൂ മിൻ ഹൗലിക്, തങ്ങളുടെ പരിസരത്തു നിന്നും അവർ ഓടിപ്പോകുമായിരുന്നു. തങ്ങൾ ആ സ്വഭാവ വൈശിഷ്ട്യം കണ്ടുകൊണ്ട് മാത്രമാണ് നബിയെ തങ്ങളിലേക്ക് ഇത്രയും അധികം ആളുകൾ ആകർഷിച്ചത്. അത് പടച്ചോൻ തന്ന ഗുണവുമാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീളൽ ഖൽബി ലം ഫദ്ദൂ മിൻ ഹൗലിക്. ഒരു നിമിഷ നേരെങ്കിലും തങ്ങള് ഒരു ധിക്കാരിയോ അല്ലെങ്കിൽ കർക്കശ സ്വഭാവക്കാരനോ ആയിരുന്നെങ്കിൽ ഒരാളും തങ്ങളെ കൂടെ ഉണ്ടാകൂലായിരുന്നു. അതുകൊണ്ട് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ, നബിയെ തങ്ങൾ അവരെ തൊട്ട് മാപ്പ് കൊടുക്കണം, അവർക്ക് മാപ്പ് കൊടുക്കണം. ഇതൊക്കെ റസൂലുള്ള പ്രാവർത്തികാക്കിയോ? ഇവിടെയാ ചിന്തിക്കേണ്ടത്. ഇത് റസൂലുള്ളാഹി പ്രാവർത്തികമാക്കിയതിന്റെ ഏറ്റവും നല്ല ചിത്രമാണ് മക്കം ഫത്ഹ്. ഫഅഫു അൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞു എന്ന ഒരൊറ്റ കാര്യമാണ് സയ്യിദുനാ റസൂലുള്ളാഹി ചെയ്തത്. ആ ഒരൊറ്റ കാരണത്താൽ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ അർഹതയില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ദ്രോഹിച്ചപ്പോൾ, മർദ്ദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ മോഹാണ് ജനിച്ച മണ്ണിൽ ജീവിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്കതിലും വലിയ വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിന് തടസ്സം വരികയാണെങ്കിൽ ഞാൻ പോയിക്കോളാം. ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ പോയിക്കൊള്ളാം, പക്ഷെ ഞാൻ പോകുന്നിടത്ത് നിങ്ങൾ എന്നെ സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കണം. ഹബീബ് റസൂലുള്ളാഹി അങ്ങനെയാണല്ലോ മദീനയിലേക്ക് പോകുന്നത്. പോകുമ്പോ അല്ലാഹു തആല മുത്തുനബിയോട് പറഞ്ഞു, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. നബിയെ തങ്ങളുടെ മേലിൽ ഖുർആൻ ഇറക്കി തന്ന റബ്ബില്ലേ, ആ റബ്ബ് നിങ്ങൾ ഏതൊരു ഭൂമിയിൽ നിന്നാണോ തങ്ങൾ പുറത്താക്കപ്പെടുന്നത്, ആ ഭൂമിയിലേക്ക് തന്നെ ആ റബ്ബ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും കേട്ടോ. മക്കത്ത് നിന്ന് ഇറങ്ങുമ്പോ മദീനയിലേക്ക് പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറയണം, നിങ്ങൾ മക്കത്തേക്ക് തന്നെ തിരിച്ചു വരും. ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു പരിപാടിയാണ്. അള്ളാഹ്ക്ക് ഇനിയിപ്പോ അങ്ങനെ മദീനത്ത് കൊണ്ടുപോയിട്ട് ഒരു 8 കൊല്ലം ഇടേണ്ടിയിരുന്നു അള്ളാഹുവിന് മക്കത്തേക്ക് കൊണ്ടുവരാൻ, മക്കത്ത് റസൂലുള്ളാഹിക്ക് സ്വാധീനം ഉറപ്പിക്കാൻ ഇല്ല. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം. മക്കത്ത് പോകുക, എന്നിട്ട് കൊല്ലങ്ങൾ അവിടെ കൂടുക, സെറ്റപ്പായിട്ട് മദീനയിലേക്ക് തിരിച്ചു വരിക. അപ്പോഴേ മക്കയും മദീനയും ഒരുപോലെ റസൂലുള്ളാഹിയുടെ അണ്ടറിൽ വരുള്ളൂ. മക്കയും മദീനയും ഒരുപോലെ മുത്തുനബിയുടെ അണ്ടറിൽ വരണം. മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തായി കിടക്കാൻ അള്ളാഹ് തീരുമാനിച്ച മണ്ണ് മദീനയാണ്. അതുകൊണ്ട് തന്നെ മദീന, ഇസ്ലാമിന്റെ ഹെഡ് ഓഫീസ് മദീനയായിരിക്കണം. അതൊക്കെ പടച്ചോന്റെ തീരുമാനമാണ്. അതിനനുസരിച്ച് നടന്നു. ഏതാവട്ടെ, ആ പുലർച്ച, ആ വാഗ്ദത്തത്തിന്റെ പുലർച്ചയാണ് മക്കം ഫത്ഹ്. നിങ്ങളെ നമ്മൾ കണ്ട് തിരിച്ചു കൊണ്ടുവരുന്ന പറഞ്ഞതിന്റെ പുലർച്ചയാണ്. എല്ലാ ശക്തിയോടു കൂടെയും തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു എന്ന് കേട്ടപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ ഞെട്ടിപ്പോയി. കാരണം തടുത്ത് നിർത്താനാവാത്ത വലിയ ഒരു മലവെള്ളപ്പാച്ചിലാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. എന്തു ചെയ്യും നമ്മള്? ഒരു നിലക്കും നമുക്ക് ഇതിനെ തടുത്തു നിർത്താൻ കഴിയില്ലട്ടോ എന്ന് അവരിങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞു നിന്നു. വലിയ വലിയ പോക്കിരികള്, ഖുറൈശി തമ്പ്രാക്കന്മാരൊക്കെ മാളത്തിൽ പോയി വിളിച്ചു. ഹബീബ് വന്നപ്പോഴേക്ക് തടിയെടുത്തു. നമ്മളെ കണ്ടാ മുഹമ്മദ് വെറുതെ വിടൂല. കാരണം 13 കൊല്ലം പ്രതികരിക്കാതെ നമ്മൾ ദ്രോഹിച്ചു. മുഹമ്മദ് ഒന്നും നമ്മളോട് ചെയ്തിട്ടില്ല, പരമാവധി നമ്മൾ ദ്രോഹിച്ചു. പിന്നെ മക്ക വിട്ട് മദീനയിലേക്ക് പോയി. അവിടേക്ക് നമ്മളെ പല്ലും നഖവും മക്കത്തുനിന്ന് മദീനത്തേക്ക് നീണ്ടു. എന്നിട്ട് അവിടുത്തെ ജൂതന്മാരെ കൂട്ടുപിടിച്ച് നമ്മൾ ആക്രമിച്ചു. നമ്മളെ വെറുതെ വിടുവോ മുഹമ്മദ്? വിടൂല എന്ന് ഉറപ്പാണ്. ഇത് അവരുടെ ഭാഷയാണ് ഞാൻ ഈ പറയുന്നത്, മുഹമ്മദ് എന്ന ഭാഷ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഉറപ്പാ. അതുകൊണ്ട് മുന്നിൽ നിൽക്കാതൊക്കെ നല്ലത്. എന്തെങ്കിലും ആവട്ടെ, കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോകട്ടെ, ഇനി ഏതായാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെയല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കടന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വന്ന് കടന്ന ഉടനെ തന്നെ
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയം തവാഫ് ചെയ്തു, 2 റക്അത്ത് നിസ്കരിക്കുന്നു. എന്നിട്ട് കഅബയുടെ അടുത്ത് വന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ വാതിലിൽ കയറി. കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്, വാതിൽ പൊങ്ങിയിട്ടാണുള്ളത്. അങ്ങനെ എല്ലാവരും ഉണ്ട്, ഓടാത്തവരൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഖുറൈശികളൊക്കെ അവിടെ ഉണ്ട്. അവരെയൊക്കെ മുന്നിൽ നിന്ന് കഅബാലയത്തിന്റെ വാതിലിന്റെ 2 വാതിൽ കട്ടിലകളില് റസൂൽ അങ്ങനെ കൈവച്ചിട്ട് നല്ല ഫോമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ കഅബത്തിന്റെ മുറ്റത്ത് പോയവർക്ക് ഇപ്പൊ ഇങ്ങനെ കാണാൻ കഴിയും ആ ചിത്രം, കാരണം ഉയരത്തിലാണ്. ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. കഅബത്തിന്റെ വാതിൽ പൊങ്ങിയിട്ടാണുള്ളത്, എല്ലാവരും മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അള്ളാന്റെ റസൂൽ വാതിലിന്റെ 2 ഭാഗത്തും ഇങ്ങനെ കൈവച്ചിട്ട് മുത്തുനബി ചോദിച്ചു. എന്താ ചോദിച്ചത് എന്നറിയോ? അല്ലയോ, ഞങ്ങളോട് ദ്രോഹം മാത്രം ചെയ്തിട്ടുള്ള കൂട്ടരെ, ഞങ്ങളെ ആക്രമിച്ച് ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ച് ഞങ്ങളെ ദ്രോഹിച്ച് പോയിടത്തും സ്വൈരം തരാത്ത നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, മാദാ തഖൂലൂൻ വമാ തദുന്നൂൻ, നിങ്ങളോട് എന്തൊരു നിലപാട് ഞാൻ സ്വീകരിക്കുമെന്നാ നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ വിചാരം? നിങ്ങൾ എന്തു പറയുന്നു? ഞങ്ങൾ ഇന്ന് എന്ത് നിലപാട് സ്വീകരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം? സയ്യിദുനാ റസൂലുള്ളാഹി പറയാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക് എന്ന് പറഞ്ഞതിന്റെ നല്ലൊരു ചിത്രം, ഏറ്റവും നല്ലൊരു ചിത്രമായിട്ട് തോന്നുന്നത് ഇതാണ്. മഹാന്മാർ അവതരിപ്പിച്ച കൂട്ടത്തിൽ റസൂലുള്ളാഹിയുടെ അഫ്വ്, റസൂലുള്ളാഹിയുടെ ഹിൽമ്, ഇത് അവതരിപ്പിക്കുമ്പോ സഹനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊതുമാപ്പ്, ഇതൊക്കെ അവതരിപ്പിക്കുമ്പോ അവരാദ്യം എടുത്തു വെക്കുന്ന സംഭവം മക്കം ഫത്ഹാണ്. കാരണം അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. എല്ലാരും ഇങ്ങനെ കൈയിന്റെ ഉള്ളനടിയിൽ ഒതുങ്ങി കിട്ടിയതല്ലേ, അവരോടല്ലേ ഈ ചോദിക്കുന്നത്. അപ്പോഴാണ് മുത്തുനബി തങ്ങളോട് അവർ പറഞ്ഞത്, അന്ത അഹും കരീം വബ്നു അഖിൻ കരീം. പതക്കണ സോപ്പ്, എന്താ വർത്താനം? അന്ത അഹും കരീം വബ്നു അഖിൻ കരീം. മുഹമ്മദേ, എന്ത് പറയാനാ, നീ വളരെ ഉഷാറാണ്, നിന്റെ വാപ്പയും മോശക്കാരനല്ല, ഈ അബ്ദുള്ളയൊക്കെ വളരെ ഉഷാറല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളോട് എന്ത് നിലപാട് സ്വീകരിക്കുന്ന നിങ്ങൾ കരുതിയത്? ഇവര് പറഞ്ഞു, എന്ത് ചെയ്താലും അത് അധികപ്പറ്റല്ല, ഞങ്ങൾ അത്രയും നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, ഇഞ്ചിഞ്ചായി ഞങ്ങളെ കൊന്നാലും ഞങ്ങൾക്ക് തിരിച്ചൊന്നും പറയാനില്ല, അത് ഞങ്ങൾ അർഹിക്കുന്നത് മാത്രമാണ്. അപ്പോഴാ മുത്തുനബി പറഞ്ഞത്, ഞാൻ തല്ലാൻ വന്നവനല്ല, കൊല്ലാൻ വന്നവനല്ല, തല്ലലും നശിപ്പിക്കലും കൊല്ലലും എന്റെ ലക്ഷ്യമല്ല. അതാണ് ഫിഖഹിന്റെ കിതാബുകളിൽ അടക്കം എഴുതി വെച്ചത് കാണാൻ. ജിഹാദിന്റെ ബാബില് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ കൊല്ലലല്ല, സമാധാനം പുനഃസ്ഥാപിക്കലാണ് ജിഹാദ് കൊണ്ടുള്ള ലക്ഷ്യം. അപ്പൊ ഞാൻ തല്ലാൻ വന്നതല്ല, കൊല്ലാൻ വന്നതല്ല, ഈ മണ്ണ് ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്, ഈ ഗേഹം ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്, ഇത് ഞങ്ങൾക്ക് തരണം, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വരുന്നില്ലെങ്കിൽ, ഞങ്ങളുടെ തറവാട് ഞങ്ങൾ തിരിച്ചു പിടിക്കുമ്പോൾ നിങ്ങൾ ശല്യത്തിന് വരുന്നില്ലെങ്കിൽ ഒരു വിഷമവുമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇവിടെ ജീവിക്കാം, ഞങ്ങൾക്ക് ഞങ്ങളായിട്ടും ജീവിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ ജ്യേഷ്ഠ സഹോദരൻ യൂസുഫ്. നബി തങ്ങൾ പറഞ്ഞ മറുപടി അതാ, അഖൂലു ലക്കും കമാ ഖാല അഖീ യൂസുഫു ലിയഖുവതിഹി. അന്ന് എന്റെ ജ്യേഷ്ഠ സഹോദരൻ, എന്റെ ഇക്കാക്ക യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൂട്ടുകാരോട് പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണത്? സൂറത്ത് യൂസുഫ് മറിച്ചു നോക്കിയാൽ അതിൽ കാണും. സൂറത്ത് യൂസുഫ് മറിച്ചു നോക്കിയാൽ കാണും, യൂസുഫ് നബി അലൈഹി സ്വലാം ഇക്കാക്കമാര് എല്ലാ ദ്രോഹവും ചെയ്തു, അല്ലെ, വിഷമിപ്പിച്ചു, ദ്രോഹിച്ച്, നാട് കടത്തി. അവസാനം ബഹുമാനപ്പെട്ട യൂസുഫ് നബിക്ക് എല്ലാ പ്രതാപവും ഇസ്സത്തും കൈവന്നപ്പം അവര് പാത്രവുമായിട്ട് അരിക്ക് വേണ്ടി യാചിച്ചു വന്നു നിൽക്കുക ഇക്കാക്കമാര് മുമ്പിൽ. അന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കുന്ന നിങ്ങൾ കരുതിയത്? അവരും പറഞ്ഞതുപോലെ എന്തും നിനക്ക് സ്വീകരിക്കാം. അപ്പോഴാ പറഞ്ഞത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം. റസൂലുള്ളാഹി പറഞ്ഞു, അന്ന് എന്റെ ഇക്കാക്ക യൂസുഫ് നബി തന്റെ ഇക്കാക്കമാരോട്, തന്റെ സ്വന്തക്കാരോട്, തന്നോട് ദ്രോഹം ചെയ്ത സ്വന്തക്കാരോട് പറഞ്ഞ അതേ വാക്ക്. അതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുടുംബക്കാരെ, ഖുറൈശി തമ്പ്രാക്കന്മാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. മൂന്നും പറഞ്ഞു. ലാ തസ്രീബ അലൈക്കുമുൽ യൗമിൽ ചുരുക്കിയില്ല.
യൂസുഫ് നബി പറഞ്ഞതുപോലെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അത് മൂന്നും അങ്ങ് പറഞ്ഞു. ലാ തസ്രീബ അലൈക്കുമുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ എന്ന് പറഞ്ഞാല് പൊതുമാപ്പ് എന്ന് പറഞ്ഞാല് ഈ പൊതുമാപ്പിന്റെ സ്വഭാവം എന്താ പറയുക? ഇത് ശരിക്കും പൊതുമാപ്പാണ്. കാരണം ആളം കുപ്പിയിലാക്കാൻ ഒരു പൊതുമാപ്പ് കൊടുക്കാറുണ്ട്. ആ പരിപാടിയൊന്നും അല്ലത്. ലാ തസ്രീബ അലൈക്കും, ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല. അവിടെ നിർത്തിയില്ല. ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല. നിങ്ങൾ ചെയ്തതിനനുസരിച്ച് നിങ്ങളെ ശരിക്ക് ഇഞ്ചോടിഞ്ച് പിടികൂടി മധുര പ്രതികാരം ചോദിക്കാനുള്ള കൂവത്ത് എനിക്കുണ്ട്, ശേഷി എനിക്കുണ്ട്. എനിക്കെതിരെ ചെറുവിരൽ അനക്കാൻ ഇന്ന് നിങ്ങൾക്ക് കഴിയൂല. ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പറയാണ്. ലാ തസ്രീബ അലൈക്കുമിലും, നിങ്ങളോടൊരു പ്രതികാരത്തിനുമില്ല. അപ്പൊ പിന്നെ നിങ്ങൾ മുമ്പ് ചെയ്തതോ യഗ്ഫിറുല്ലാഹു ലക്കും. അവിടെയാണ് ഒരു മനുഷ്യൻ വലുതാകുന്നത്. എന്ത് എടാ ചണ്ടി, അന്ന് നീ ചെയ്തതൊക്കെ മഹാ ദുൽമന്നാണ്. ഏതായാലും ഇപ്പൊ ഒന്നും ചെയ്യണില്ല, അതല്ല പരിപാടി. ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മുത്തുനബി ദ്വാരക്ക, നിങ്ങൾ ചെയ്ത അനർത്ഥങ്ങള്, ദ്രോഹങ്ങള്, അത് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന്. ഉണ്ടോ? അവരുടെ തെറ്റ് പുറത്തു കൊടുക്കാൻ വേണ്ടി ദ്വാരക്കും കൂടെയാണ്. ഈ മനുഷ്യനെ മറക്കാൻ പറ്റുമോ? എത്രയാണ് ഈ മനുഷ്യന്റെ സ്നേഹത്തിന്റെ വലുപ്പം. യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക്, അത് യൂസുഫ് നബി പറഞ്ഞതാണ്. യഗ്ഫിറുല്ലാഹു ലക്കും, പുറത്തു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, പുതുമാപ്പ് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, തെറ്റ് ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ കൂട്ടത്തിൽ എത്ര പേർക്ക് കഴിയൂ ഇതിന്? അല്ലെ? ഇനിയിപ്പോ അങ്ങനെ നമ്മൾ പുതുമാപ്പ് പുറത്തു കൊടുക്കാനൊക്കെ ഇനിയിപ്പോ ഒരു 4 ആൾ കൂട്ടിയിട്ട് മദ്യം പറഞ്ഞാൽ തന്നെ എന്നാ ആയിക്കോട്ടെ പുറത്തു കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഓന്റെ പേരിലെ കല്യാണം എന്നോടും പറയണ്ട, എന്റേത് ഞാൻ ഓനോടും പറയുന്നില്ല, അതെ വേണമെങ്കിൽ മിണ്ടിക്കോളാം, അസ്സലാമു അലൈക്കും വലൈക്കും സലാം, അതിൽ കഴിഞ്ഞു. അല്ലെ? അതല്ല പരിപാടി. യഗ്ഫിറുല്ലാഹു ലക്കും, അവർക്ക് വേണ്ടി പിന്നെ ദ്വാരം കൊടുക്കുക. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ മക്കളെ. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും, അള്ളാഹ് പുറത്തു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ കാരണം എന്താ? വഹുവ അർഹമുർ റഹീമീൻ, എന്റെ റബ്ബ് കരുണക്കടലാണ്. അവന് ഏതു മഹാതമ്മാടികൾക്കും പുറത്തു കൊടുക്കാൻ കഴിയുന്നവനാണ്. അവനാണ് എന്നെ സംസ്കാരം പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പുറത്തു തരുന്നത്. അവിടെ ആവശ്യം. വഹുവ അർഹമുർ റഹീമീൻ, ഏത് തമ്മാടിയേക്കും പറ്റിപ്പോയി റബ്ബെ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കാൻ കഴിയുന്ന റബ്ബാണ് എന്നെ സംസ്കാരം പഠിപ്പിച്ചത്. ഒരാളൊരിക്കൽ വന്നിട്ട് നബിയോട് ചോദിച്ചതാ, മൻ അദ്ദബക യാ റസൂലല്ലാഹ്, നബി നിങ്ങൾ ഇത്ര വലിയ സംസ്കാരത്തിന്റെ ഉടമയായി മാറാൻ കാരണം പള്ളിയിൽ മദ്രസയിൽ പോയിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, ഒത്തുപള്ളിയിൽ പോയിട്ടില്ല, ആരാ നിങ്ങളെ അദബ് പഠിപ്പിച്ചത്? മൻ അദ്ദബക്, ഒരാൾ ചോദിക്കാന്ന്. അപ്പൊ പറഞ്ഞു, കത് അദ്ദബനി റബ്ബി, നിങ്ങളെയൊക്കെ അദബ് പഠിപ്പിച്ചത് നിങ്ങളെ ഉമ്മയായിരിക്കും, നിങ്ങളെ വാപ്പയായിരിക്കും, അല്ലെങ്കിൽ ഉസ്താദായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും. അവരൊക്കെ മനുഷ്യരെന്ന നിലക്കുള്ള ദൗർബല്യങ്ങൾ അവർക്കുണ്ടാവും. അപ്പൊ ആ ഒരു തലത്തിൽ നിന്നുള്ള അഥവാ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ എന്നെ അദബ് പഠിപ്പിച്ചത് റബ്ബാണ്, നേരിട്ട് റബ്ബാണ് എന്നെ അദബ് പഠിപ്പിച്ചത്, സംസ്കാരം പഠിപ്പിച്ചത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ റബ്ബ് എന്നെ സംസ്കാരം പഠിപ്പിച്ചത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇതുപോലെ പുറത്തു തരാൻ കഴിയുന്നത്. ഇവിടെ ഉണ്ട് ഒരു രസകരമായ സംഭവം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, സുബ്ഹാനല്ലാഹ്, ലമ്മാ കാന യൗമു ഫത്ഹി മക്ക, ഫത്ഹു മക്കയുടെ ദിവസം വന്നപ്പോൾ അർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ആളെ വിട്ടു, ഇലാ സുഫ്വാൻ ഇബ്നു ഉമയ്യ വ അബി സുഫിയാൻ ഇബ്നു ഹർബ് വൽ ഹാരിസ് ഇബ്നു ഹിശാം. ഇതൊക്കെ ആരാന്നറിയോ? മക്കയിലെ പോക്കിരികളാണ്. അബൂ സുഫിയാന്റെ അടുത്തേക്ക്, ഹാരിസ് ഇബ്നു ഹിശാമിന്റെ അടുത്തേക്ക്, സുഫ്വാൻ ഇബ്നു ഉമയ്യയുടെ അടുത്തേക്ക് റളിയല്ലാഹു അൻഹു. പിന്നെ ഒരു മുസ്ലിം ആയിരുന്നു. ഇവരുടെ അടുത്തേക്കാണ് ആളെ വിടുന്നത്. ഇവരൊക്കെ പോയി ഒളിച്ചക്ക പുരേ പോയിട്ട് പേടിച്ചിട്ട്, എന്ത് കാരണം അത്രയും വലിയ ദുൽമ അവരൊക്കെ ചെയ്തത്. ഇങ്ങോട്ട് എത്തുന്നതിന്റെ തൊട്ട് മുമ്പിൽ വരെ അത്തരത്തിലുള്ള ചർച്ചകളാണ് നടത്തിയത്. വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞിട്ട്, ഉപ്പിടിയാക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചവരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തി, അവരെ കിട്ടിയേ പറ്റൂ, അവരോട് ചില കാര്യങ്ങൾ മുശാവറ ചെയ്യാനുണ്ട്. ഫഅഫു അൻഹും വശാവിർഹും ഫിൽ അംർ, നിങ്ങൾ അവരോട് മുശാവറ ചെയ്യണം കാര്യങ്ങളിൽ, അവരോട് കൂടിയാലോചിക്കാനുണ്ട്, ചില കാര്യങ്ങൾ അവരോട് കൂടിയാലോചിക്കാനുണ്ട്, പിടിച്ചുകൊണ്ടുവരണം അവരെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അങ്ങനെ അവര് പോയിട്ട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് വരല നല്ലത്, മുത്തുനബി വിളിക്കുന്നുണ്ട്. വന്നു, അവരൊക്കെ വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയാ, ആരൊക്കെ വരുന്നത്? അബൂ സുഫിയാൻ ഉണ്ട്, സുഫ്വാൻ ഇബ്നു ഉമയ്യ ഉണ്ട്, ഹാരിസ് ഇബ്നു ഹിശാം ഉണ്ട്. ഇവരൊക്കെ അങ്ങനെ വരുന്നു, നനഞ്ഞ പൂച്ചകളെ പോലെ വന്നിട്ട് ആലില പോലെ വിറച്ച് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക.
അപ്പൊ ഇവരെ കൊണ്ടുവരാൻ ആള് പോയതോടുകൂടെ തന്നെ ഉമർ റളിയല്ലാഹു പറയാണ് ഫഖുൽതു ഫീ നഫ്സി, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ആരും കേട്ടിട്ടില്ല, മനസ്സിലെ പൂതിയെ എന്ത്, ഖദ് അംഖനനില്ലാഹു മിൻഹും, ഈ സർവ്വ ദജ്ജാലുകളെയും ഇന്ന് പടച്ച റബ്ബ് എന്റെ കയ്യിൽ ഒതുക്കി തരുന്ന ദിവസമാണ്. കണ്ടോ, ഇത് ഉമറാണ്, അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിന്റെ ആശയം മനസ്സിലാക്കാൻ. ഈ ദജ്ജാലുകളെ മുഴുവനും എന്റെ റബ്ബ് ഇന്ന് എനിക്ക് ഒരുക്കി തരുന്ന കയ്യിൽ കീഴ്പ്പെടുത്തി തരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ സാധുക്കളായ ഞങ്ങളോട് അവർ കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾക്കൊക്കെ എന്ത് മറുപടിയാ ഞാൻ കൊടുക്കുക എന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. കേട്ടോ, അവരൊക്കെ കാട്ടിക്കൂട്ടിയതിനുള്ള മറുപടി ഇന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ദിവസമാണ്. എന്നിട്ട് വരട്ടെ, റസൂലുള്ള കൊണ്ടുവരുന്നത് ഇതിനെന്നാ മൂപ്പര് മനസ്സിലാക്കിയത്. അവിടെ വിഷയം ഉമർ റളിയല്ലാഹു പറയാണ്. അപ്പൊ ഇങ്ങോട്ട് കിട്ടിയിട്ട് വേണം ഒന്ന് കൈകാര്യം ചെയ്യാൻ. ആ മട്ടത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴാ റസൂലുള്ള ഇവരിങ്ങനെ മുന്നിൽ നിന്നിങ്ങനെ വിറക്കുകയാണ്. ചോദിച്ചു, എന്താണ് ഞാനിപ്പോ നിങ്ങളോട് എന്ത് നിലപാട് സ്വീകരിക്കുന്ന നിങ്ങൾ വിചാരിച്ചത്? ഇവർ ഇതേമാതിരി തന്നെ പറഞ്ഞു, എന്ത് നിലപാട് സ്വീകരിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, സമ്മതിച്ചു പറയുന്നു, നിന്നോട് അത്രയും വലിയ ദ്രോഹം ചെയ്തിട്ടുണ്ട്. അപ്പോഴാ പറഞ്ഞത് മസലി വ മസലൂക്കും കമാ ഖാല യൂസുഫു ലിയഖ്വതിഹി, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം യൂസുഫ് നബിയും ഇക്കാക്കമാരും തമ്മിലുള്ള ആ സംഭാഷണത്തിന്റെ ഉദാഹരണമാണ്. അതുകൊണ്ട് പറയട്ടെ, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. സുബ്ഹാനല്ലാഹ്, അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഇത് സംഭവിച്ചത്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറയാം, ഫംഫളഹതു ഹയാഅൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറാഹിയത അൻ യകൂല യദ്രി. എന്താ അതിന്റെ അർത്ഥം? ഫംഫളഹതു, അപ്പൊ ഞാൻ അങ്ങോട്ട് ചമ്മിപ്പോയി ഇത് കേട്ടപ്പോൾ. കാരണം ഞാനിങ്ങനെ ഉഷാറായി നിൽക്കല്ലേ പ്രതികാരം ചോദിക്കാൻ. അപ്പോഴാ ഇങ്ങനെയുള്ള ഒരു പൊതുമാപ്പ് കേൾക്കുന്നത്. അപ്പൊ ഞാനങ്ങ് ചമ്മിപ്പോയി. എന്താ ചമ്മാൻ കാരണം എന്നറിയോ? ഞാൻ വിചാരിച്ചതല്ലല്ലോ നബി തങ്ങളുടെ അടുത്തുനിന്ന് വന്നത്. അപ്പൊ ഞാൻ ചമ്മാൻ കാരണം ഖൗഫ ഹയാഅൻ മിൻ റസൂലില്ലാഹി കറാഹിയത യദ്രി, പടച്ചോനെ എന്റെ ഉള്ളിലിരിപ്പ് മുത്തുനബി അറിയാഞ്ഞാ മതിയായിരുന്നു, ഇത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് ചമ്മിപ്പോയി. എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു പൂതി ഉണ്ടായിരുന്നു എന്നുള്ളത് മുത്തുനബി അറിയാഞ്ഞാ മതി. എന്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു, നന്നായി പകരം വീട്ടണം എന്നായിരുന്നു. പക്ഷെ പുറത്ത് പറയാത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. മുത്തുനബി അത് അറിഞ്ഞിട്ടില്ലല്ലോ, എന്റെ മനസ്സിൽ മാത്രമുള്ള പൂതിയല്ലേ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് മുത്തുനബിയുടെ ഹൃദയത്തിന്റെ ലോകം. ഹബീബിന്റെ ഹൃദയത്തിന്റെ ലോകം ഇതാണ്. എത്രയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുത്തുനബി പുറത്തു കൊടുത്തത്. ഈ ഹബീബിനെയാണോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസഹിഷ്ണുത പ്രചരിപ്പിച്ച ആളാണെന്ന് പറയുന്നത്? മുസ്ലിങ്ങൾക്ക് സഹിഷ്ണുതയില്ല എന്ന് പറയുന്നത് ഈ ഹബീബിന്റെ മതക്കാരെ പറ്റിയാണോ? ഒരിക്കലും പറയാൻ പറ്റില്ല. മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഒരു ചെറിയ വിഭാഗെങ്കിലും മുത്തുനബിയായിട്ട് ബന്ധപ്പെട്ട ഇത്തരം സ്നേഹ ടച്ചുള്ള ചരിത്ര ചീളുകളെ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നു, അത് ഏറ്റവും വലിയ അപകടമായിരിക്കും. ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ തീവ്രവാദ സംഘടനകൾ മുഴുവനും ഇസ്ലാമിനാപത്താണ്. അവരാണ് സത്യത്തിൽ ഇസ്ലാമിൽ ഇത്രയും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർത്തത്. ഒരു കാര്യം സത്യമാണ്, ഭീകരവാദികളാണോ തീവ്രവാദികളാണോ ഇസ്ലാമിന്റെ പേരിലാണോ അവർ പ്രവർത്തിക്കുന്നത് എങ്കിൽ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുക, സമ്പത്തുകൾ കൊള്ളയടിക്കുക, പാവങ്ങളായ സഹോദരിമാരെ, പെൺകുട്ടികളെ, അതുപോലെ തന്നെ കുട്ടികളെ, ഒന്നും അറിയാത്ത പാവങ്ങളെ ഒക്കെ ബോംബിട്ട് തകർക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള തീവ്രവാദ പ്രവർത്തനങ്ങള് ആര് നടത്തുന്നുണ്ടോ അവർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല, പുണ്യ റസൂലിനെ കുറിച്ച് അവർ പഠിച്ചിട്ടില്ല, പഠിക്കാൻ അവർ ശ്രമിച്ചിട്ടുമില്ല, ദീനിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തീർത്തു പറയുന്നു, ബിസ്മി പോലും അവർക്കറിയില്ല. ബിസ്മിയുടെ അർത്ഥം അറിയുമെങ്കിൽ ഭീകരവാദിയാവൂ. ബിസ്മിയുടെ അർത്ഥം അറിയുന്നവൻ തീവ്രവാദിയാവൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? അവിടുന്നല്ലേ ഇസ്ലാം വായിച്ചു തുടങ്ങേണ്ടത്. ഇസ്ലാമിക അധ്യാപനങ്ങൾ വായിച്ചു തുടങ്ങാൻ അള്ളാഹ് പറഞ്ഞത് ബിസ്മി തൊട്ടാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ബിസ്മി ചൊല്ലി തുടങ്ങണം എന്നാ വായന. ബിസ്മി ചൊല്ലി തുടങ്ങണം വായന. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് ബിസ്മി. അതുകൊണ്ടാ പഴയ കാലത്തൊക്കെ ഉസ്താദുമാര് ദർസ് തുടങ്ങി തരുമ്പോ ബിസ്മിന്റെ അർത്ഥമാണ് ആദ്യം വെച്ചു തരാ. മദ്രസയിലും ദർസിലും ഒക്കെ നമ്മൾ അങ്ങനെയല്ലേ, ബിസ്മിന്റെ അർത്ഥം പഠിച്ചിട്ടാണ് അർത്ഥം വെക്കാൻ പഠിക്കല്.
കാരണം ഇസ്ലാമിനെ പഠിക്കേണ്ടത് ബിസ്മിയിൽ നിന്നാ. ബിസ്മിയിൽ എന്താ പറഞ്ഞത്? അള്ളാന്റെ സ്വഭാവം. ദുനിയാവിൽ അള്ളാഹ് റഹ്മാനാണ്, ആഖിറത്തിൽ അള്ളാഹ് റഹീമാണ്. അല്ലേ? ദുനിയാവിൽ റഹ്മാനാണ് കാരണം ഇതിന്റെ അർത്ഥം ഇവിടെ അള്ളാഹിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ, അള്ളാഹിന്റെ പാർട്ടിക്കാരനാണോ അല്ലേ എന്നുള്ള നോട്ടൊന്നുമില്ല. എല്ലാവർക്കും ഭക്ഷണമുണ്ട്, എല്ലാവർക്കും വെള്ളമുണ്ട്, എല്ലാവർക്കും വായുണ്ട്. അള്ളാഹ് റഹ്മാനാണ്. ഒരു സെക്യുലർ മനോഭാവം. അതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കും ഇവിടെ വേണ്ടത്. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും കൊന്നു നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടില്ല. ഇങ്ങനെ നബിയുമായിട്ട് ബന്ധപ്പെട്ട സ്നേഹ ടച്ചുള്ള സംഭവങ്ങൾ പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഈ വിളക്കണച്ച് ക്ലാസ് എടുക്കുന്നവർ, വിളക്കൂതിയിട്ട് ക്ലാസ് എടുക്കുക പ്രത്യേക തളപ്പാ, രക്തം ഇങ്ങനെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഇത്തരത്തിൽ സ്നേഹ ടച്ചുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അവര് പറയും അതൊക്കെ ജിഹാദിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പാണ്, ജിഹാദിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണ്. ഇപ്പൊ അടുത്ത് വാട്സപ്പിൽ ഇങ്ങനെ ഒരു ചർച്ച കേട്ടു. ഏത് ഇവിടെ വാളൂരണം, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉസ്താദ്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഉസ്താദ് മക്കം ഫത്ഹിന്റെ സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ പറയാ അത് ജിഹാദിന്റെ ആയത്തിന് മുമ്പല്ലേ. ഞാൻ ഒറ്റക്ക് കുറെ ചിരിച്ചു. ഈ മക്കം ഫത്ഹ് ജിഹാദിന്റെ ആയത്തിന് മുമ്പാന്ന് പറഞ്ഞാൽ ഈ ജിഹാദൊക്കെ കഴിഞ്ഞിട്ടായി മക്കം ഫത്ഹ്. ഒരു വിവരവും അയാൾക്കില്ല. ജിഹാദൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാണ് ഈ മക്കം ഫത്ഹ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. അപ്പൊ എന്താ, വെറുതെ മനുഷ്യനെ കൊല്ലുക എന്നുള്ള പരിപാടിയില്ല. പ്രതിരോധത്തിന്റെ മാർഗത്തിൽ മാത്രമേ ദീനിൽ വാളെടുത്തിട്ടുള്ളൂ. അത് അനിവാര്യമായിരുന്നു. പിടിച്ചു നിൽക്കാൻ, പ്രതിരോധത്തിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർ ഈ ലോകത്ത് ജീവിക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ നേരിടേണ്ടി വരും. അതേസമയം നമ്മളോട് എതിർപ്പിന് വരാത്ത, ഈ വിഷയത്തെക്കുറിച്ചൊന്നും ആലോചിക്കാത്ത ഒരു അമുസ്ലിമിനെ പോയി കൊന്നാൽ മുത്തുനബി പറഞ്ഞത് എന്താണെന്നറിയോ? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നത് കാണാം. മൻ ഖതല റജുലൻ മിൻ അഹ്ലി ദിമ്മ, നമ്മളോട് എതിർപ്പിന് വരാതെ സൗഹാർദ്ദത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ നാട്ടിലുള്ള ആളുകളെ പോലെ നമ്മളോട് സന്തോഷത്തിൽ കഴിയുന്ന, തുറന്ന എതിർപ്പിന് വരാത്ത ആളുകളെ ഒരാൾ അകാരണമായി കൊന്നുകളഞ്ഞാൽ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ഒരാൾ അകാരണമായി അന്യായമായി കൊന്നാൽ ലം യജിദ് റീഹൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കൂല എന്നല്ല മുത്തുനബി പറഞ്ഞത്, സ്വർഗത്തിന്റെ പരിമളം പോലും അവന് ലഭിക്കുകയില്ല. വഇന്ന റിഹഹാ ലതൂജദു മിൻ മസീറതി 70 അമാ, സ്വർഗത്തിന്റെ പരിമളം 70 കൊല്ലം പിന്നെയും യാത്ര ചെയ്യണം സ്വർഗത്തിലേക്ക്. അത്രയും ദൂരെ നിന്ന്, അത്രയും ഡിസ്റ്റൻസ് നിന്ന് ഏത് കിട്ടും? സ്വർഗത്തിന്റെ മണം കിട്ടിത്തുടങ്ങുന്ന. അപ്പൊ അത്ര പോലും സ്വർഗത്തോട് അടുക്കൂല. എത്ര 70 കൊല്ലത്തെ വൈദൂരത്തേക്ക് പോലും അവൻ സ്വർഗത്തിലേക്ക് അടുക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി. ആരെ കൊന്നാൽ ഒരു അന്യമതസ്ഥനെ ഇങ്ങനെ പറയാൻ കഴിഞ്ഞ പ്രവാചകൻ സഹിഷ്ണുതയുടെ പ്രവാചകനാണ്. എങ്ങനെയും ലോകത്തിന് മുമ്പിൽ നമുക്ക് തെളിയിച്ചുകൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്തായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന്റെ വിശാലത? അലം നശ്റഹ് ലക സദറക്, നബിയെ തങ്ങളുടെ ഹൃദയം ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ തങ്ങൾക്ക് നാം വിശാലമാക്കി തന്നില്ലയോ? ആ ഹൃദയ വിശാലതയാണ് റസൂലുള്ളാഹി കാണിക്കുന്നത്. അത് പടച്ചവൻ കൊടുത്തതാ. അലം നശ്റഹ് ലക സദറക്, അലം നശ്റഹ് ലക സദറക്. അല്ലാത്ത ഒരു സൂറയാണ് സൂറത്തു ശറഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന വലിയ മഹത്വങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിൽ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും അറിയില്ലട്ടോ ദീനനെ കുറിച്ച്. ഭീകരവാദികൾ എന്ന് പറയുന്നവർക്കും തീവ്രവാദികൾ, ഇപ്പൊ IS-ന്റെ ഒക്കെ കഥ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഇസ്ലാമാണ് പ്രതിക്കൂട്ടിലാവുന്നത്. കാരണം മുസ്ലിമാണ്, ഞങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ സംഘടന ഉണ്ടാക്കുന്നതും പ്രവർത്തിക്കുന്നതും ബോംബ് പൊട്ടിക്കുന്നതും. അവിടെയാണ് ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ചെറിയ ന്യൂനപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടെങ്കിലും ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴാണ് ലോകത്തുടനീളം മുത്തുനബിയെ ഇങ്ങനെ തന്നെ പരിചയപ്പെടുത്തണം, ഹലീമായ നബിതങ്ങളെ, സഹനശീലനായ നബിതങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് തീരുമാനിച്ചത്. അൽഹംദുലില്ലാഹ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വ്യാപകമായ രൂപത്തിൽ ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുക. പ്രഭാഷണങ്ങൾ ഈ ഒരൊറ്റ തലക്കെട്ടിൽ വേറൊരു ചർച്ചയുണ്ടാവാൻ പാടില്ല. സഹിഷ്ണുതയുടെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിങ്ങനെ അടുത്ത് ഒരു ദിവസം ഒരുപാട് അർത്ഥമില്ലാത്ത മെസ്സേജുകൾ പലപ്പോഴും വാട്സപ്പിൽ ഇങ്ങനെ കാണാൻ പറ്റും. ആ കൂട്ടത്തിൽ നല്ല അർത്ഥമുള്ള ഒരു മെസ്സേജ് കണ്ടു. എനിക്ക് വല്ലാത്ത സന്തോഷമായി തോന്നുന്നു. ഒരാളുടെ സങ്കല്പാണ്. പണ്ട് കാലത്ത് ജോലി കഴിഞ്ഞ് റൂമിൽ ഇങ്ങനെ പുതച്ചുറങ്ങിയിരുന്ന ഒരു ടീം, നല്ല കഴിവുള്ളവരുണ്ടാവും ആ കൂട്ടത്തിൽ. അവരുടെ കഴിവ് സമൂഹത്തിന് ഉപകാരപ്പെടില്ല.
ഇപ്പോ എല്ലാവർക്കും അവനവന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്താം. സോഷ്യൽ മീഡിയയിലൂടെ ദീനീ ദഅവത്തുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നല്ല നിലക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ വലിയ ഹൈറാണ്. അതേസമയം ഈ സോഷ്യൽ മീഡിയ കൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും വഷളാകുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്, പെണ്ണുങ്ങളും കുട്ടികളും സഹോദരന്മാരും ഒക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാള് ഒരു സംഭവം ഇങ്ങനെ, അത് സാങ്കല്പിക കഥയാണ്, അങ്ങനത്തെ കഥ എഴുതാൻ പറ്റുമല്ലേന്ന് അബ്ദുൽ ഹമീദ് ഷെർവാനി തൊഫയുടെ ഹാഷിയിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സാങ്കല്പിക കഥകൾ. ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ കഥ എഴുതാറുണ്ടായിരുന്നു. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഗുണപാഠമുള്ളതാണെങ്കിൽ പറ്റും. സംഗതി പച്ചക്കള്ളാണ് എഴുതുന്നത്, വെറുതെ ഉണ്ടാക്കി ഇങ്ങനെ എഴുതാണ്. അപ്പോ പറ്റുമോ പറ്റൂലേ? ഗുണപാഠം ഉണ്ടെങ്കിൽ പറ്റും. മനുഷ്യർക്ക് വായിച്ചാൽ അതുകൊണ്ട് നന്നാകാൻ പറ്റുന്ന എന്തെങ്കിലും ഗുണപാഠങ്ങൾ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ അത്തരം കഥകൾ എഴുതാം, ജായിസാണ്. മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു സംഭവം, എന്ത്, ഒരു കപ്പിൾ, ഒരു രണ്ടുപേരും അമുസ്ലിങ്ങളാണ്. ഇവരിങ്ങനെ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ, ദമ്പതികൾ രണ്ടാളും യാത്ര ചെയ്യുന്നതിനിടയിൽ അവരുടെ കാറ് ഈ ഭീകരവാദി സംഘം തടഞ്ഞു, കൈ കാണിച്ചു നിർത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മുസ്ലിങ്ങളാണോ എന്ന് വെച്ചു. അപ്പൊ ഇവർ ഉറപ്പിച്ചു മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞാൽ കാച്ചിക്കളയും. അപ്പൊ ഇവര് പറഞ്ഞു, ആ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു. മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ഖുർആൻ അറിയോ? ഓ അറിയും. എന്നാ ഖുർആനിൽ നിന്ന് ഒരു 2 ലൈനൊന്ന് ചൊല്ലിക്കാട്ടെ എന്ന് പറഞ്ഞു അത്ര ഇവരോട്. അപ്പൊ ഇവര് ഗീതയിൽ നിന്ന് 2 ലൈന് ചൊല്ലിക്കൊടുത്തു. അപ്പൊ ഇവര് പറഞ്ഞു, പോയി കൊളി എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. എനിക്കത് കണ്ടപ്പോ അല്ലാതെ ഇഷ്ടപ്പെട്ടു. അതിന്റെ വല്ലാത്തൊരു ഗുണപാഠം ഉണ്ടല്ലോ അതിൽ. ഇവിടുന്ന് തടി സലാമത്തായി കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, അവർക്ക് ഖുർആനെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളെ ജീവൻ ബാക്കി ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മളിപ്പോ ഗീത ചൊല്ലിയിട്ട് അവരെ ഖുർആനാന്ന് കരുതിയല്ലോ. അപ്പൊ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞത്രേ, പൊന്നു മോളെ, സംശയിക്കരുത്, തെറ്റിദ്ധരിക്കരുത്, ഖുർആൻ അറിയാത്തതുകൊണ്ടാണ് അവർ ഭീകരവാദികളായത്. അതിപ്പോ നമുക്ക് മനസ്സിലായില്ലേ? ഇവർക്ക് ഖുർആൻ അറിയൂല. അപ്പൊ ഇവർ ഖുർആന്റെ പേരിലല്ല പ്രവർത്തിക്കുന്നത്. ഇവർക്ക് മെസ്സേജ് നൽകിയത് ഖുർആനല്ല, വേറെ ആരോ ആണ്. ഇരുട്ട് നിറഞ്ഞ കൽബുകളാണ് ഇവർക്ക് മെസ്സേജ് നൽകിയതെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? ഖുർആൻ അവർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവർ ഫിത്തനക്കാരും ഫസാദുകാരും ആകൂലായിരുന്നു. അതാണ് സത്യം. ഇതാ ഞാൻ പറഞ്ഞത്, പരിശുദ്ധ ദീനിനെ കുറിച്ച് ഇവർക്കൊന്നും അറിയില്ല. വളരെ സത്യമാണ്. ആരോ അങ്ങനെ ടൈപ്പ് ചെയ്ത്, ഇംഗ്ലീഷിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തുണ്ടാക്കിയൊരു മെസ്സേജാണ്. വായിച്ചപ്പോ എനിക്കത് വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജനങ്ങളോട് പെരുമാറിയിരുന്നത് അങ്ങനെയാണ്. അവിടുത്തെ സഹനം, വല്ലാത്ത സഹിഷ്ണുതയെ കുറിച്ച് പറഞ്ഞാൽ തീരൂല. അബ്ദുല്ലാഹി ഇബ്നു സഅയ്യ റളിയല്ലാഹു അൻഹു, ആ ഒറ്റ സംഭവം പറയട്ടെ. അബ്ദുല്ലാഹി ഇബ്നു സഅയ്യ മുസ്ലിമായ സംഭവം മാത്രം ഉദാഹരണത്തിന് എടുക്കാം. സീറത്തുൻ നബവിയ, ഇബ്നു കസീറിന്റെ സീറത്തുൻ നബവിയയിൽ കാണാം. എന്ത്, അബ്ദുല്ലാഹി ഇബ്നു സഅയ്യ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലെ ജൂത പുരോഹിതനായി അറിയപ്പെട്ട ആളാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം തൗറാത്ത് നന്നായി പഠിച്ച് അറിഞ്ഞ ആളാണ്. പിന്നെ റസൂലുള്ള സത്യപ്രവാചകനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തൗറാത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട അന്ത്യപ്രവാചകൻ ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വസിച്ച ആളാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു സലാം. ഞാൻ മുമ്പ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം റസൂലുള്ളാഹിന്റെ അടുത്ത് മാറി നിന്നിട്ട് തൗറാത്ത് വായിക്കാൻ പറഞ്ഞു. അപ്പൊ പൊത്തിപ്പിടിച്ച് അവർ വായിച്ചു എന്നൊക്കെ പറഞ്ഞ ആ സംഭവമൊക്കെ പറഞ്ഞതാ. അപ്പൊ ഈ അബ്ദുല്ലാഹി ഇബ്നു സലാമിന്റെ കൂട്ടുകാരനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു സഅയ്യ. ഇയാൾ മുസ്ലിമായി. സഅയ്യാന്നും സഅനാന്നും രണ്ടും ഉണ്ട്. രണ്ടും ഒരാൾ തന്നെ. വാപ്പയുടെ പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കൃത്യമായിട്ടും? സയ്യിദാണ് പേര്, സയ്യിദ് ഇബ്നു സഅയ്യ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബിയുമായിട്ടൊരു ഇടപാട് നടത്തി മദീനത്തുനിന്ന്. എന്താ ഇടപാട് അറിയോ? അയാളുടെ ഒട്ടകം നബിക്ക് വിറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തിരിച്ചു കൊടുക്കേണ്ടത് കാരക്കയാണ്. ഇത്ര സാഴ് കാരക്ക കൊടുക്കണം എന്നുള്ള ഡിമാൻഡിൽ ഒട്ടകത്തെ വിറ്റു. ആ കാരക്ക കടായിരുന്നു. ഇതിന് അറബി ഇസ്ലാമിന്റെ ഭാഷയിൽ, ഫിഖ്ഹിന്റെ ഭാഷയിൽ ഇതിന് സലമ് കച്ചവടം എന്നാ പറയാം. ഇത് ഉസ്താദ്മാർക്ക് മുതാലിമീങ്ങൾക്ക് മാത്രമേ തിരിയുള്ളൂ. സലമ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇപ്പൊ കൊടുക്കുക, കൊടുത്തിട്ട് അതിന് പകരം വേറൊരു സാധനം വാങ്ങുക, ആ സാധനം കടത്തിന്, ഇങ്ങനെയുള്ള പരിപാടി. അപ്പോ സലമ് കച്ചവടം എന്ന് പറയും. ഈ സലമ് കച്ചവടമാണ് നടത്തിയത്. അവധി എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് കൊടുക്കാൻ കഴിഞ്ഞില്ല, ഒപ്പിച്ചിട്ട് ഒത്തില്ല. ഇയാളിതിനിങ്ങനെ കാത്തു നിൽക്കുക. അവധിയായി കിട്ടിയ മുഹമ്മദിന്റെ അടുത്ത് പോകണമെന്ന് കരുതിയിട്ട് അങ്ങനെ സയ്യിദ് ഇബ്നു സഅയ്യ അങ്ങനെ വരികയാണ്. സയ്യിദ് ഇബ്നു സഅയ്യ വരികയാണ്. സയ്യിദ് ഇബ്നു സഅയ്യ വന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് കയറി വരുന്നു. വഹുവ ഫീ ജനാസത്തിൻ മഅ അസ്ഹാബിഹി. അല്ലാഹുവിന്റെ റസൂല്
തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ കൂടെ ഒരു ജനാസ സംസ്കരണത്തിലാണ് എന്ന് പറഞ്ഞാൽ പൊരയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പോയിട്ട് ചെന്ന് വഷളാക്കിയേക്കല്ല, മനുഷ്യന്മാരെ ഇടയിട്ടിട്ടാ വഷളാക്കുന്നത്. ഇത് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്, ആ ഭാഗവും കൂടെ വായിച്ചത്. വഹുവ ഫീ ജനാസത്തിൻ മഅ സ്വഹാബിഹി. അബ്ദുല്ലാഹിബ്നു സയ്യിദ് സയ്യ പറയാണ്, ഞാൻ കയറി ചെന്നപ്പോ ഒരു ജനാസ സംസ്കരണത്തിലാണ്, മരിച്ചോടത്താണുള്ളത്. ആ മരിച്ചോടത്ത് ആ ജനങ്ങളെയൊക്കെ ഇടയിലിട്ടിട്ട് ഞാൻ അങ്ങ് കയറി ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം, നീളം കുപ്പായം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തട്ടം രണ്ടും കൂടെ കൂട്ടി ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒറ്റ വലി ഇങ്ങ് വലിച്ചു. വലിച്ചിട്ട് വനളർത്തു ഇലൈഹി ബിവജ്ഹിൻ ഗലീൽ, ഗൗരവമുള്ള മുഖം കൊണ്ട് റസൂലുള്ളാഹിനെ തുറപ്പിച്ചങ്ങ് നോക്കിയിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്. ആരുടേന്നാ? അത് സ്വഹാബത്തിന്റെ ഇടേന്നാ. യാ മുഹമ്മദ് അലാ തഖ്ദീനി ഹഖ്ഖി, എന്റെ കടം തരാനായ അവധിയെത്തിയ സംഭവം ഒന്നും ഓർമ്മല്ലേ? എന്റെ കടം എന്തുകൊണ്ട് നീ വീട്ടുന്നില്ല? എന്താ മുഹമ്മദേ എനിക്ക് എന്റെ കടം വീട്ടാത്തത്? ഞാൻ കൃത്യമായിട്ട് നീ കൊണ്ടുവന്ന് തരുമെന്ന് കരുതിയിട്ടല്ലേ അന്ന് ആ ഇടപാട് നടത്തിയത്. ഫവല്ലാഹി മാ അലിംതുകും ബനി അബ്ദുൽ മുത്തലിബി ലമുത്തുൽ, ഫവല്ലാഹി മാ അലിംതുകും ബനി അബ്ദുൽ മുത്തലിബി ലമുത്തുൽ. റസൂലുള്ളാഹിനെ മാത്രമല്ല കേട്ടോ വഷളാക്കുന്നത്, റസൂലുള്ളാഹിന്റെ തറവാടിനെ വഷളാക്കുക. മാ അലിംതുകും ബനി അബ്ദുൽ മുത്തലിബി ലമുത്തുൽ, നിങ്ങളെ ഈ ബനു അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ ഇത്ര ചണ്ടികളാന്ന് ഞാൻ അറിയില്ലായിരുന്നു. റസൂലുള്ളാഹിനോട് പറയാ, എന്താണ് വാക്ക്, എത്ര കടുപ്പമുള്ള പ്രയോഗമാണ് അല്ലെ? കൊടുക്കാനുള്ളവര് വന്ന് ചോദിക്കുകയാണ്, ഓലെ ഭാഷയാണ്. അബ്ദുൽ മുത്തലിബിന്റെ മക്കള് മുത്തല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കടം കൊടുക്കാതെ ഇട്ട് സ്വീപ്പാക്കുന്നവനാ. മത്തല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്, കടം കൊടുക്കാതെ ഇട്ട് സ്വീപ്പാക്കുകയാണ്, ബുദ്ധിമുട്ടിക്കുക. ഇങ്ങനെ ഇടപാട് തീർക്കാതെ ബുദ്ധിമുട്ടിക്കുന്നവരാണ് അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ എന്ന് നമ്മൾ അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഇടപാടും തന്നെ വരൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാരിടയുന്നുമാണ്. നബിതങ്ങൾ ഉടനെ തന്നെ തൊട്ടടുത്ത വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിന്റെ വീട്ടിൽ അങ്ങോട്ട് കയറിയാൽ മതി. പരമാവധി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ തികയൂല. റസൂലുള്ളാഹിന്റെ അടുത്തില്ല. സുഹൃത്തെ, ഒക്കാത്തത് കൊണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് തരാം, അടുത്ത ദിവസം തന്നെ തരാം എന്ന് റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറഞ്ഞു. ഇയാളാണെങ്കിലോ കടുത്ത ഭാഷയിൽ, ഇന്നല്ലേ തരാന്ന് പറഞ്ഞ ഡേറ്റ് ആയില്ലേ, എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിച്ചപ്പം സയ്യിദ് ഇബ്നു സഅയ്യ പറയുകയാണ്, ഫനദറ ഇലയ്യ ഉമറു, ഫനദറ ഇലയ്യ ഉമറു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്നെ ഒരു നോട്ടം നോക്കീന്. അത് പിന്നെ സയ്യിദ് ഇബ്നു സഅയ്യ പറയാ, പിന്നീട് അവതരിപ്പിക്കുക. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നോട് നോട്ടം നോക്കിയിട്ടുണ്ട്. വഅൈനാഹു തദൂറാനി ഫീ വജ്ഹിഹി കൽ ഫലക്കിൽ മുസ്തദീർ. ഉമറിന്റെ രണ്ട് കണ്ണും എന്നെ അങ്ങോട്ട് നോക്കിയപ്പോ കൃഷ്ണമണി കണ്ണിൽ കിടന്നിട്ട് കണ്ട് കറങ്ങി. തദൂറാനി ഫീ വജ്ഹിഹി കൽ ഫലക്കിൽ മുസ്തദീർ. നമ്മൾ പറയാറുണ്ട്, അയാള് നോക്കണത് കണ്ട പൊന്നീച്ച പറക്കും കണ്ടെന്ന് അല്ലേ? അതെ, അതന്നെ ശരിക്ക്. ഏത് ചെയ്യാണ്? ഒരു നോട്ടം കണ്ട് നോക്കിയിട്ട് ഗോളം, കറങ്ങുന്ന ഗോളത്തെ പോലെ അയാളുടെ നേത്രഗോളം മുഖത്തിങ്ങനെ കറങ്ങുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞാൽ അതിശക്തമായ ദേഷ്യത്തോടെ ഉമർ എന്നെ ഒരു നോട്ടം നോക്കിയിട്ടുണ്ട്. നോക്കിയിട്ട് തുറിപ്പിച്ചൊരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ശത്രു, അതഖൂലു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹകദ, അള്ളാന്റെ റസൂലായ ഞങ്ങളുടെ നേതാവിനോടാണോ നീ ഇക്കോലത്തിൽ വർത്തമാനം പറയുന്നത്, തട്ടിക്കയറുന്നത്? മര്യാദക്ക് സംസാരിച്ചൂടെ? എന്താണ് ഈ ചെയ്യുന്നത്? മാസ്മൾ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? വമാറ, എന്താണ് ഞാൻ ഈ കാണുന്നത്? ഫവല്ലദീ ബഅസഹു ബിൽ ഹഖ്, മുത്തുനബിയെ ചൂണ്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഈ മനുഷ്യനെ സത്യസന്ദേശവുമായി പറഞ്ഞയച്ച റബ്ബ് സാക്ഷി, ലൗലാ മാ ഉഹാദിറു ലൗമഹു, ഈ മനുഷ്യൻ എന്നെ ആക്ഷേപിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ, എന്നെ കുറ്റപ്പെടുത്തുമെന്നുള്ള പേടി എനിക്കില്ലായിരുന്നെങ്കിൽ, എന്റെ ഈ വാളുകൊണ്ട് നിന്റെ ഈ ഉടലിൽ തല ഞാൻ ഇവിടെ വെച്ചേക്കൂലായിരുന്നു. ഉറപ്പാണ്. അയാൾ പേടിച്ചു പോയി. കാരണം ആരാ പറയുന്നത്, ആ പറഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റുന്ന ആളുമാണ്. പക്ഷെ ഈ വലിയ മനുഷ്യനെ പേടിച്ചിട്ടാണ് റസൂലുള്ളാഹി അങ്ങനെ ചൂണ്ടിയിട്ട് പറയാ, ഞങ്ങളെ നേതാവിനോട് ഇക്കോലത്തിൽ നീ തട്ടിക്കേറുകയാണോടോ എന്ന് ചോദിച്ചു. അപ്പോ സയ്യിദ് ഇബ്നു സഅയ്യ പറഞ്ഞു, ഞാൻ വേഗം നോക്കിയ മുഹമ്മദിന്റെ മുഖത്തേക്ക. കാരണം മുഹമ്മദ് എങ്ങാനും അങ്ങനെ ആക്കിയാ പിന്നെ കഴിഞ്ഞ് കഥ. അപ്പൊ ഞാൻ ആദ്യം നോക്കിയത് ഫനദർതു ഇലാ വജ്ഹി മുഹമ്മദ്, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഇങ്ങനെ മനുഷ്യന്റെ ഇടയിലിട്ട് വഷളാക്കിയതാണ്. ഒരു ബഹുമാനവും കൊടുക്കാതെ, അതും തന്നെ മദീനയിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു നേതാവിനെ
ഞാൻ ഇങ്ങനെ അങ്ങ് വഷളാക്കിയപ്പോ ഞാൻ എന്താ ഇയാളുടെ പ്രതികരണം എന്ന് നോക്കിയപ്പോ അദ്ദേഹം ഫീ സുക്കൂനിൻ വ തബസ്സുമിൻ, ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ട് പറഞ്ഞു അന വഹുവ കുന്നാ അഹ്വജ ഇലാ ഗൈരി ഹാദാ മിൻക യാ ഉമർ അൻ തഅ്മുറനി ബിഹുസ്നിൽ അദാ വ തഅ്മുറഹു ബിഹുസ്നി ഇത്തിബാ. ഉമറേ, ഇതിന് വെട്ടലും കുത്തലും ഒന്നല്ല മാർഗം, ഇതിലേറെ നല്ല ഒരു കാര്യം ഉമറേ നിനക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഈ അയാളെ പോയി തലവെട്ടി കൊല്ലലൊന്നുമല്ല ഇതിന്റെ മാർഗം, ഇതിലേറെ നല്ലത് ഇയാൾക്കും എനിക്കും ചെയ്തു തരാൻ നിനക്ക് കഴിയും, ഞാനും ഇയാളും അർഹിക്കുന്നു, ഇതിലേറെ നല്ല ഒരു കാര്യം നീ ചെയ്യാൻ. അതെന്താ? അൻ തഅ്മുറനി ബിഹുസ്നിൽ അദാ വ തഅ്മുറഹു ബിഹുസ്നി ഇത്തിബാ. ഉമറേ, നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് പറയാനൊരു അവകാശമുണ്ട്, അതാ വേണ്ടത്. അയാളെ കൊന്ന് അയാളെ വേദനിപ്പിക്കുക, അയാളെ തല്ലുകയോ കൊല്ലുകയോ അല്ല വേണ്ടത്. എഴുന്നേറ്റിട്ട് ആദ്യം എന്നോട് പറയും എന്ത്? ബിഹുസ്നില്ലാത, കടം വാങ്ങിയ നേരത്തിന് കൊടുത്തോളണം. ആരാ അത് പറയുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ആരാണ് ഈ വിചാരണ ചെയ്യുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി പറയാണ് കടം വാങ്ങിയ മര്യാദക്ക് കൊടുത്തോളണമെന്ന് എന്നോട് പറയും. അത് കേൾക്കാൻ എനിക്ക് അർഹതയുണ്ട് ഉമർ. സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തത് വബിഹുസ്നി ഇത്തിബാ, കിട്ടാനുള്ള പൈസ ചോദിക്കുന്നതിനൊരു മര്യാദ ഉണ്ട് എന്ന് അയാൾക്കും ഒന്ന് പറഞ്ഞു കൊടുത്താളാ. ഉണ്ടോ? എത്ര ശാന്തമായിട്ടാ റസൂലുള്ള പറയുന്നത്. പൈസ ചോദിക്ക, പക്ഷേ കടക്കാരനോട് ചോദിക്കും, അതിനൊരു മര്യാദ ഉണ്ടെന്ന് അയാളോടും പറഞ്ഞു കൊടുക്ക്. എന്നാലോ നേരത്തിന് കടം വീട്ടണം, അതില്ലെങ്കിൽ ആ വിവരം കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നോടും പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇദ്ഹബ് ബിഹി യാ ഉമറു ഫഖ്ലിഹി ഹഖ്ഖഹു. അതുകൊണ്ട് ഉമറേ, എന്റെ കയ്യിലൊക്കാത്തത് കൊണ്ടാണ്, ഉമറിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇയാളെ കൊണ്ടുപോയി അയാളുടെ കടം വീട്ടണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയെ, ഞാൻ വീട്ടിക്കൊള്ളാം. അയാളെ കയ്യും പിടിച്ച് അയാളെ കൊണ്ടുപോകുമ്പോ റസൂലുള്ളാഹി വിളിച്ചു, ഉമറേ ഇങ്ങ് വാ. എന്നിട്ട് ഉമറിന്റെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. അത് ഇയാൾ കേട്ടിട്ടില്ല. പോയി ഇയാൾക്ക് എത്ര സാഴ വേണ്ടതെന്ന് ചോദിച്ചു. എത്രയാണ് നിങ്ങൾ തമ്മിലുള്ള ഇടപാടെന്ന് ചോദിച്ചു. ആ സാഴ് കാരക്ക മുഴുവനും അളന്നു കൊടുത്തിട്ട് ഒരു 20 സാഴ് അതിന്റെ അപ്പുറം വേറെ ഏറെയും അളന്നു കൊടുത്തു. അപ്പൊ ഇയാൾ ചോദിച്ചു, മഹാദിഹി സിയാദത്തു യാ ഉമർ. ഉമറേ, ഈ ഞാൻ ആദ്യം എനിക്ക് കിട്ടാനുള്ളതാണ് ഞാൻ വാങ്ങിയത്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ കൂടുതൽ ഒരു 20 സാഴ് നിങ്ങൾ അളന്നല്ലോ, ഈ 20 സാഴ് ആർക്കുള്ളതാ? ഇതെന്തിനാ അളന്നു വെച്ചതാ? അപ്പൊ പറഞ്ഞു, അതെന്റെ നേതാവ് നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം കടം വാങ്ങിയ ആള് തിരിച്ചു കൊടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഏറെ കൊടുക്കൽ സുന്നത്തുണ്ട്. ഷർത്താക്കിയാൽ പലിശയാവും, പക്ഷെ ഏറെ കൊടുക്കൽ സുന്നത്താണ്. അപ്പൊ ആ നിലക്ക് നിങ്ങൾ ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്രയും അവധിയും കാര്യമൊക്കെ കൊടുത്തതുകൊണ്ട് റസൂലുള്ളാഹി വകയായിട്ട് സന്തോഷത്തോടെ ഒരു 20 സാഴ് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാളാണ്ട് കുഴങ്ങി. കാരണം ഈ കോലത്തിൽ മോശമായിട്ട് പെരുമാറിയിട്ട് റസൂലുള്ളാഹി തിരിച്ചു പെരുമാറുന്ന പോലെ ഇയാളുടെ മനസ്സങ്ങ് കുടുങ്ങി. ആ സമയത്ത് സയ്യിദ് ഇബ്നു സഅയ്യ പറയാണ്, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിച്ചു, അതഅരിഫുനി യാ ഉമർ. ഇതുവരെ ആളറിയില്ല, ഇവര് ഏതോ ഒരു പഹയം വന്നു തട്ടിക്കയറി, അത്രേ അറിയുള്ളൂ. ചോദിച്ചു, അതഅരിഫുനി യാ ഉമർ. ഉമറേ, മുത്തു നബിയോട് ഈ കോലത്തിൽ തട്ടിക്കയറിയ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഈ കോലത്തിൽ മുത്തുനബിയോട് പെരുമാറിയ, എന്നിട്ട് എന്നോട് ഇത്രയും വലിയ മാന്യത തിരിച്ചു കാണിച്ച ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ ഉമറേ? ഞാൻ ആരാ നിങ്ങൾക്കറിയോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കറിയൂല, നിങ്ങളോട് വല്ലാത്ത ദേഷ്യം തോന്നിയിട്ടുണ്ട്. മുത്തുനബിയോട് ഇങ്ങനെ പെരുമാറിയപ്പോ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. മന്നന്ത ലാ അദ്രി മന്നന്ത, നിങ്ങൾ ആരാ? അപ്പൊ അതിന് മറുപടി പറയാണ് ദലായിലുൻ നബുവ, ഇമാം ബൈഹഖിയുടെ ദലായിലുൻ നബുവയിലും ഈ സംഭവം ഉണ്ട്. ഇത്ര വിശദമായിട്ടുള്ളത് ദലായിലുൻ നബുവയില. എന്നിട്ട് പറഞ്ഞു, എന്ത് അമറനി റസൂലുള്ളാഹി, നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, സയ്യിദ് ഇബ്നു സഅയ്യ, ഞാൻ സയ്യിദ് ഇബ്നു സഅയ്യയാണ്. അപ്പോഴേക്ക് ഉമർ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സഅയ്യ എന്ന് പറഞ്ഞാൽ മഷ്ഹൂറാണ്, പ്രസിദ്ധനാണ്, പ്രശസ്തനാണ്. ആളെ അങ്ങനെ ഉണ്ടാവില്ല, പേരുകൊണ്ട് പ്രശസ്തനായിരിക്കും, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ആളെ കണ്ടിട്ടുണ്ടാവില്ല, പേരുകൊണ്ട് പ്രശസ്തനുമായിരിക്കും. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും, ഈ ആളെ കണ്ടിട്ട് ചിലപ്പോ അറിയാതെ സംസാരിച്ചു പോകും. അപ്പൊ അതേ രൂപത്തിൽപ്പെട്ടതാണ്. ഞാൻ സയ്യിദ് ഇബ്നു സഅയ്യാണെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അൽ ഹബ്റുൽ മഷ്ഹൂർ, ഓ പ്രശസ്തനായ ജൂത പുരോഹിതനായ സയ്യിദ് ഇബ്നു സഅയ്യ എങ്ങാനും ആണോ? അയാൾ പറഞ്ഞു, ആണ്. എത്ര ചമ്മലോടെ ആയിരിക്കും അയാൾ പറഞ്ഞത്. കാരണം ഒരു നേതാവ് എന്നുള്ള നിലക്ക് ഇയാൾ ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു പ്രതിപക്ഷ ബഹുമാനല്ലാതെ ഫമാ ദഅക അൻ തഖൂല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹകദ, അല്ലാഹുവിന്റെ റസൂലിനോട് എന്നിട്ടൊരു പ്രതിപക്ഷ ബഹുമാനം പോലും കാണിക്കാതെ ഒരു നേതാവായ നിങ്ങളൊക്കെ, ഒരു സ്ഥാനത്തിരിക്കുന്ന നിങ്ങളൊക്കെ അങ്ങനെ വന്ന് പറയാൻ എന്താ കാരണം? എനിക്ക് വല്ലാത്ത വിഷമം തോന്നി.
വഫഅൽത ബിഹി മാ ഫഅൽത, റസൂലുള്ളാഹിന്റെ കൂടെ നിങ്ങൾ ഈ ചെയ്ത തോന്നിയാസൊക്കെ ചെയ്യാൻ കാരണം എന്താ? അവിടെയാണ് സെയ്ദ് ഇബ്നു സഅയ്യ മനസ്സ് തുറക്കുന്നത്. കേട്ടോ, അപ്പൊ ഇതുവരെ ഞങ്ങൾക്ക് സെയ്ദ് ഇബ്നു സഅയ്യ ഒറ്റ തെർലിയത്ത് നിങ്ങൾ ചൊല്ലില്ല. ചൊല്ലുവോ? അല്ലേ, എങ്ങനെ ചൊല്ലല്ലേ? ഇനി നിങ്ങൾ ചൊല്ലും. സെയ്ദ് ഇബ്നു സഅയ്യ പറയാണ്, ഉമറേ, കുല്ലു അലാമാത്തിൻ നുബുവത്തി ഇന്നി അറസ്തുഹാ ഫീ വജ്ഹി റസൂലിക്കും ഹീന നദർതു ഇലൈഹി. നുബുവത്തിന്റെ മുഴുവൻ അടയാളങ്ങളും എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തൗറാത്തില് ആഖിറുൽ അംബിയായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വിശേഷണങ്ങൾ, അടയാളങ്ങളൊക്കെ എണ്ണിപ്പെറുക്കി പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവനും നിങ്ങളെ നബിയായ മുഹമ്മദ് നബിയെ ഒറ്റ നോട്ടം, ആദ്യ ദർശനം എന്താണോ എനിക്ക് കിട്ടിയത്, ആ ഒന്നാമത്തെ നോട്ടത്തിൽ ഇയാൾ തന്നെയാണ് ഈ അന്ത്യപ്രവാചകൻ എന്ന് നുബുവത്തിന്റെ മുഴുവൻ അടയാളങ്ങളും നിങ്ങളുടെ നബിയുടെ പൂമുഖത്ത് എനിക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. രണ്ടടയാളം എനിക്ക് തിരിഞ്ഞിട്ടില്ലായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നു. അന്ന് മുതലുണ്ട് ഒരു ചാൻസ് നോക്കി ഇങ്ങനെ നടക്കണം. അത് രണ്ടും മുഹമ്മദിനുണ്ടോന്നൊന്ന് പരിശോധിക്കണം. അത് രണ്ടും ഏതാന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. നിങ്ങളെ തൗറാത്തിൽ പറഞ്ഞ ആ രണ്ടും ഏതാ? അപ്പൊ പറഞ്ഞു, യസ്ബിഖു ഹിൽമുഹു ജഹ്ലഹു വലാ യസീദുഹു ശിദ്ദത്തുൽ ജഹ്ദി അലൈഹി ഇല്ലാ ഹിൽമ. യസ്ബിഖു ഹിൽമുഹു ജഹ്ലഹു, അവിടുത്തെ സഹിഷ്ണുത വിവരക്കേടിനെ തോൽപ്പിക്കും. സഹിഷ്ണുത വിവരക്കേടിനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞാൽ വിവരക്കേട് ആ നബി ചെയ്യൂല. കാരണം എത്ര വിവരക്കേട് കാണിക്കേണ്ട ഘട്ടം വന്നാലും അയാളുടെ സഹിഷ്ണുത അവിടെ ഇടപെട്ടിട്ട് അതില്ലാതെയാക്കി കളയും. എന്ന് പറഞ്ഞാൽ വിവരക്കേട് എന്ന് പറഞ്ഞ സംഗതി അത് ചെയ്യൂല. ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതി ചെയ്തു എന്ന് മുഹമ്മദിന്റെ അടുത്ത് പറയാനുണ്ടാവില്ല ആർക്കും. നല്ല സഹിഷ്ണുതയായിരിക്കും എല്ലാവരുടെയും മുമ്പിൽ പ്രകടിപ്പിക്കുക. അപ്പോ ആ സഹിഷ്ണുത ഉണ്ടോ നോക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം. ഒന്ന് കയറണം, കുപ്പായത്ത് പിടിക്കണം, ഏത് ചെയ്യണം, അയാളെ ശരീരത്തിലേക്ക് തട്ടിക്കയറണം, 4 ചീത്ത മനുഷ്യന്റെ ഇടയിലിട്ട് വിളിക്കണം. അപ്പോഴേക്കെ ആളുടെ യഥാർത്ഥ സ്വഭാവം അറിയുള്ളൂ. അതാണ് സെയ്ദ് ഇബ്നു സഅയ്യ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ആളെ യഥാർത്ഥ സ്വഭാവം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ചെയ്തതാ. കാരണം അങ്ങനെയൊക്കെ ആവുമ്പോഴാണ്, ജനപിന്തുണയുണ്ടെന്ന് കാണുമ്പോഴാണ്, പരസ്യമായിട്ട് അവഹേളിക്കുമ്പോഴാണ് ഏത് ചെയ്യാ, തിരിച്ചടിക്കാൻ വേണ്ടി പറയാം. അപ്പൊ എന്ത് ചെയ്യും നോക്കിയതാ, ബോധ്യപ്പെട്ടുപോയി. ഒന്നതാണ്. പിന്നെ 2, അയാൾ വിവരക്കേട് ചെയ്യൂലെന്ന് മാത്രമല്ല, വലാ യസീദുഹു ശിദ്ദത്തുൽ ജഹ്ലി അലൈഹി, ആരെങ്കിലും വലിയ വിവരക്കേട് അദ്ദേഹത്തോട് ചെയ്യാൻ വന്നാൽ ആ വലിയ വിവരക്കേട് അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കുകയില്ല. ഇല്ല ഹിൽമ, സഹനമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരാള് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് ചീച്ചിലാകും തോറും റസൂലുള്ളാഹി മാന്യനാകും. എത്ര പ്രകോപിപ്പിച്ചിട്ടും കാര്യമല്ല. അതിനൊരാളാണ് ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ മാന്യനായിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊന്നും നോക്കിയതാണ്. അപ്പൊ എന്നെ കൊണ്ട് കഴിയും പോലെയൊക്കെ നോക്കിയതാണോ ഏത് ചീച്ചിലാവാനേ. അപ്പൊ ആ ചീച്ചിൽ ഞാൻ ശരിക്കാണ് കാണിച്ചു. പക്ഷെ അയാൾ കൂടുതൽ മാന്യനാവുക ചെയ്തത്. അതുകൊണ്ട് എനിക്ക് തിരിയാതെ നിന്നിരുന്ന 2 അടയാളങ്ങളും കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹിയിൽ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഉമറേ, ഇനി ഞാൻ ഒട്ടും താമസിക്കുന്നില്ല, ഉടനെ പോകണം നിന്റെ നേതാവിന്റെ അടുത്ത്. എനിക്കിപ്പോൾ കലിമ ചൊല്ലണം. സെയ്ദ് ഇബ്നു സഅയ്യ റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പൊ ചൊല്ലണം കലിമ എന്ന് പറയാം. അങ്ങനെ പോയി, കലിമയെല്ലാം വേണ്ടി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വഴിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സെയ്ദ് ഇബ്നു സഅയ്യ പറയാണ്, എന്ത്? ഉശ്ഹിദുക യാ ഉമർ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. നിന്നെ ഞാൻ സാക്ഷിയാക്കുന്നു ഉമറേ, എനിക്ക് ഇനി മതമായിട്ട് ദീനുൽ ഇസ്ലാം മതി, എനിക്ക് റബ്ബായിട്ട് പടച്ചോൻ മതി, നബിയായിട്ട് മുഹമ്മദ് നബിയും മതി. വഉശ്ഹിദുക അന്ന ശത്റ മാലി ഫൈനി അക്സറുഹ മാല, എനിക്ക് ധാരാളം സ്വത്തുണ്ട്, അതുകൊണ്ട് എന്റെ സ്വത്തിന്റെ നേർപകുതി, എന്റെ സ്വത്തിന്റെ നേർപകുതി സദഖത്തുൻ അലാ ഉമ്മത്തി മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദിന് വഖഫാണ്. ഉമ്മത്ത് മുഹമ്മദിന് എന്റെ സ്വത്തിന്റെ നേർപകുതി ഞാൻ വഖഫ് ചെയ്യാണ് ഉമ്മത്ത് മുഹമ്മദിനും മുഴുവനും. അപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത്? എല്ലാവർക്കും കൂടെ വേണ്ട, അലാ ബഅദിഹിം, അത്ര പറഞ്ഞാൽ മതി. ഫഇന്നക ലാ തസഉഹും, ചിലപ്പോൾ നിങ്ങളെ സ്വത്ത് എല്ലാവർക്കും കൂടെ കൊടുക്കാനുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നവർക്കൊക്കെ കൊടുക്കുക എന്നുള്ള നിലക്ക് മതി എന്ന് പറഞ്ഞു. ആവട്ടെ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് ചെന്നു. റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
വലൗ കുൻത ഫളൻ ഖലീലൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക്. കണ്ടോ, കുത്താൻ വന്നവൻ, വെട്ടാൻ വന്നവൻ, കൊമ്പ് കുലുക്കി വന്നവൻ അതാ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കലിമ ചൊല്ലുകയാണ്. എന്നിട്ട് പിന്നെ റസൂലുള്ളാന്റെ കൂടെ വശഹിദ ബഖയ്യത്തുൽ മശാഹിദി മഅ റസൂലില്ല, എല്ലാ സമരക്കളത്തിലും സജീവായിട്ട് ഈ സയ്യിദ് ഇബ്നു സഅയ്യ പങ്കെടുത്തു. വതൂഫിയ ആമ തബൂക്ക്, തബൂക്ക് യുദ്ധം നടക്കുന്ന വർഷത്തിൽ വഫാത്തായി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സഅയ്യ റളിയല്ലാഹു അൻഹു. അവിടെ വഫാത്തായി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര എത്ര അത്ഭുതകരമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇത് വലിയ സംഭവമല്ലേ, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ്, ഒരു ചെറിയ സംഭവം, കൊച്ചു സംഭവം, അതും കൂടെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാൻ 2 മിനിറ്റ് മതി. സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുമ്പോൾ, ഈ സഹിഷ്ണുതയുടെ പ്രവാചകൻ ദുബൈയിൽ റബീഉൽ അവ്വൽ 12-ന് ഞാൻ 2 മണിക്കൂർ സമയം അത് അവതരിപ്പിച്ചു. സദസ്സ് വല്ലാത്ത സന്തോഷത്തോടെ കേട്ടിരുന്നു. കാരണം 2 മണിക്കൂർ പറഞ്ഞിട്ടും എവിടെ എത്തിയിട്ടില്ല, ഇഷ്ടംപോലെ ഉണ്ട് പറയാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് റസൂലുള്ളാഹിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. നോക്ക് നിങ്ങൾ, അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ വഅലൈഹി ബുർദുൻ വലിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ നല്ല ഉരമുള്ള പരുക്കൻ മുണ്ട്, ഒരു പുതപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫജബദഹു അറാബിയുൻ ബിരിദായിഹി ജബദത്തൻ ശദീദ. നമ്മൾ മദ്രസയെന്നൊക്കെ പഠിച്ച സംഭവം അല്ലേ, പണ്ട് മദ്രസ ഉണ്ടായിരുന്നു, ഇപ്പത്തെ മദ്രസയിലുണ്ടോ എന്ന് അറിയില്ല അല്ലെ. പണ്ടൊക്കെ മദ്രസ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്. ഒരു അറാബി വന്നു, തോളിലിട്ട പുതപ്പ് വലിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതപ്പിന്റെ കര റസൂലുള്ളാഹിന്റെ കഴുത്തിൽ പതിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആ സംഭവം. എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി നബി ചിരിച്ചു എന്നാ പറയാൻ പോകുന്നത്. അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചു, റസൂലുള്ളാഹിന്റെ സ്വഭാവ ഗുണം. അങ്ങനെ ഹത്താ അസ്റത്ത് ഹാശിയത്തുൽ ബുർദി ഫീ സഫഹതി ആഫിഖിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോളില് ഈ പുതപ്പിന്റെ കര ചാല് വീഴ്ത്തി. ഹത്താ അസ്റത്ത് ഹാശിയത്തുൽ ബുർദ് ഫീ സഫഹതി ആഫിഖിഹി. എന്നിട്ട് ഇയാൾ പറയാ, ഇയാൾ എന്തിനാപ്പം ഇങ്ങനെയൊക്കെ ചെയ്തത് അറിയോ? റസൂലുള്ളാഹി അങ്ങനെ ഇരിക്കുന്നിടത്ത് വന്നിട്ട് മനുഷ്യന്മാരെടേന്നാത് റസൂലുള്ളാഹി എന്ന ആ വലിയ നേതാവിന് ഒരു പുതപ്പ് പുതച്ചിങ്ങനെ ഇരിക്കുകയാണ്. വന്നിട്ട് പുതപ്പിന്റെ തല പിടിച്ചിട്ട് വലിയങ്ങ് വലിച്ചപ്പോ അത് കഴുത്തിലങ്ങ് മുറുകിയിട്ട് കഴുത്തിൽ ഇങ്ങനെ ചാല് വീണു, ഇതങ്ങോട്ട് ഇറങ്ങിപ്പോയി. അത്രയും വലിയ വലിച്ചത് പരുക്കൻ കൈകൊണ്ട് ഈ മനുഷ്യനങ്ങ് വലിച്ചപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ലോണം വേദനിച്ചു, അല്ലാഹുവിന്റെ ഹബീബിന്. കാരണം ആ പുതപ്പ് തോളിലേക്ക് അങ്ങോട്ട് മുറിഞ്ഞിട്ടങ്ങ് ഇറങ്ങിപ്പോവുക ചെയ്തത്, വലിയൊരു ചാല് വീണു. ആ സമയത്താണ് സയ്യിദുനാ റസൂലുള്ളാഹിയോട് ഇയാൾ വന്ന് എന്താ പറയുന്നത്, ഇയാളെ എന്തോ ദ്രോഹം മുത്തുനബി ചെയ്തിട്ടല്ല, ഇയാളെന്തോ ചീത്ത പറഞ്ഞതിന് പകരല്ല, മറിച്ചെന്താ ചെയ്യുന്നത് എന്നറിയോ? കയറി വന്നിട്ട് പറയാണ്, യാ മുഹമ്മദു ഇഹ്മില്ലി അലാ ബഈറയ്യ ഹാദൈനി മിൻ മാലില്ലാഹി അല്ലദീ ഇൻദക. അല്ലാഹുവിന്റെ സ്വത്ത് നിന്റെ അടുത്ത് കുറെ ഉണ്ടല്ലോ മുഹമ്മദേ എന്ന് പറഞ്ഞാൽ പൊതു ഖജനാവ് എന്നർത്ഥം. ഗവൺമെന്റ് സ്വത്ത്, ബൈത്തുൽമാൽ, പൊതു ഖജനാവ്, പടച്ചോന്റെ സ്വത്ത് ഇവിടെ ധാരാളം ഉണ്ടല്ലോ. അതാ ഞാൻ 2 ഒട്ടകങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു, ആ ഒട്ടകങ്ങൾക്ക് എടുക്കാൻ മാത്രം ദാനം എനിക്ക് കൊണ്ടാണ്, ഞാൻ സാധുവാണ്. ഇത് പറയാനപ്പ ഈ കോലത്തിലേ പൈസ ചോദിക്കാൻ വന്നതാ, സംഭാവന ചോദിക്കാൻ വന്ന കോലാത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ 2 ഒട്ടകത്തിന്റെയും പുറത്ത് എടുക്കാൻ മാത്രം ലോഡ് ചെയ്തിട്ട് ദാനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിയില്ല. അയാൾ പിന്നെയും തുടരുക. എന്ത്? അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, അതിനൊരു മര്യാദക്കൊക്കെ ചോദിച്ചൂടെ, എന്തിനാ അങ്ങനെ ചോദിക്കണം? അപ്പൊ അതിന് മറുപടി, ഫഇന്നക ലാ തഹ്മിലു ലീ മിൻ മാലിക വലാ മിൻ മാലി അബീക. ഓ, എന്താ പറയണത്? ജി തരുന്നത് എന്റെ സ്വത്തൊന്നും അല്ല, എന്റെ വാപ്പാന്റെ സ്വത്തൊന്നും അല്ല, ഇത് പള്ളി വക സ്വത്താണ്. എന്താ വർത്താനം നോക്കുങ്ങള്, തൊള്ളേ കൊള്ളാത്ത വർത്താനം. ഫഇന്നക ലാ തഹ്മിലു ലീ മിൻ മാലിക വലാ മിൻ മാലി അബീക. ഇത് എന്റേതും അല്ല, നിന്റെ വാപ്പാന്റേതും അല്ല, അളന്നിങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞു. ഫസക്കത്തൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി കുറച്ചു നേരത്തിന് ഇങ്ങനെ മിണ്ടാതിരുന്നു. കാരണം ഇയാളൊന്ന് ശാന്തനാവണം. നബി മിണ്ടാതിരുന്നു. ശാന്തനായപ്പോ നബി പറഞ്ഞു, സുഹൃത്തെ, അൽ മാലു മാലുല്ലാഹ്, സ്വത്ത് പടച്ചോന്റെ തന്നെയാണ്. ഇനി സംസാരിക്കുന്ന ആ രൂപം നോക്കിക്കോ. അൽ മാലു മാലുല്ലാഹ്, സ്വത്ത് പടച്ചോന്റെ തന്നെയാണ്. വഅന അബ്ദുല്ലാഹ്, ഞാൻ അള്ളാന്റെ അടിമയുമാണ്. ഞാൻ അള്ളാന്റെ ഒരു കേവല അടിമയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ആരും അല്ലാന്ന് കൂട്ടിക്കോ.
ഞാനൊരു പാവം മനുഷ്യനാണ്, സ്വത്ത് പടച്ചോന്റേതുമാണ്, ഇത് നിങ്ങൾക്ക് വീതം വെച്ച് തരലാണ് എന്റെ ബാധ്യത, ഒക്കെ ശരി. പക്ഷേ അത് തരാൻ ഞാൻ റെഡിയാണ്, നിങ്ങൾക്കുള്ള തന്നെ സാധുക്കുള്ള തന്നെ തരാം. പക്ഷേ യുഖാദു മിൻക യാ അറാബിയു മാ ഫഅൽത ബി, നീ എന്നെ കൊണ്ട് ഈ ചെയ്ത തോന്നിയാസത്തിന് പ്രതികാരമുണ്ട്, അത് കഴിഞ്ഞിട്ടാക്കാം. സയ്യിദുനാ റസൂലുള്ളാഹി ഇങ്ങോട്ട് കാണിച്ചതിന് പകരം തിരിച്ചു തന്നിട്ട് അതുപോലെ നിങ്ങളെയും കഴുത്ത് മുറിയാക്കിയിട്ട് പിന്നെ തരാം. അത് ഖവദാണ്, പ്രതികാരാണ്, അതിന് എനിക്ക് അർഹത ഉണ്ട് എന്ന് പറഞ്ഞു. ഇയാളാകഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, ലാ യാ മുഹമ്മദ്, പറ്റൂല മുഹമ്മദേ, തല്ല് പറ്റൂല, തരാനേ പറ്റുള്ളൂ. ഇത് ദാനം തന്നോ തല്ലാൻ പറ്റൂല. അപ്പൊ ചോദിച്ചു, ഈ ജാതി തോന്നിയാസം ചെയ്തിട്ട് ഞാൻ ഒന്നും ചെയ്യാതെ എന്നെ വന്ന് ഇങ്ങനെ പ്രകോപിപ്പിച്ചിട്ട് നിങ്ങളെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇത് എവിടുത്തെ ന്യായാന്ന് വെച്ചു. അപ്പൊ ആ മനുഷ്യൻ പറയുന്ന മറുപടി കേട്ടോ, ഈ അയറാബി പറയുന്ന മറുപടി കേട്ടോ, ഞാൻ കണ്ടവരുടെ മേലെയൊക്കെ തട്ടിക്കേറാൻ പോയിട്ടില്ല. ഇയാൾ പറയാം, ഞാൻ തട്ടിക്കേറാൻ വന്നത് ആരോടാ? നിങ്ങളോടാ. നിങ്ങളോട് തട്ടിക്കേറാൻ വന്നത് എന്തുകൊണ്ടാ? ഈ അന്നക്കലാ തുകാഫി നിങ്ങൾ തെറ്റിനെ തെറ്റുകൊണ്ട് പ്രതികരിക്കൂലെന്ന് എനിക്കറിയാം. നിങ്ങൾ തെറ്റ് ചെയ്താലും ശരികൊണ്ടേ പ്രതികരിക്കുള്ളൂ എന്നറിയാം. അതുകൊണ്ട് ആ ധൈര്യത്തിലല്ലേ വന്നിട്ട് നിങ്ങളെക്കൊള്ള തട്ടിക്കേറിയത്. ഇതൊക്കെ നമ്മളോട് പറഞ്ഞാൽ വിടുവോ? നമ്മളൊന്ന് ആലോചിച്ചോക്ക്. ഈ വയലൊക്കെ നമ്മളോട് പറഞ്ഞാൽ വിടുവോ? അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാറുണ്ട്. ഇത് കേട്ടപ്പോ അള്ളാന്റെ റസൂല് ഹൃദയം നിറഞ്ഞങ്ങ് ചിരിച്ചു. നമുക്ക് ചിരിക്കാൻ കഴിയോ? നമ്മളിഞ്ഞൊരു കൃത്രിമ ചിരി ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിരിച്ചാൽ തന്നെ അത് ഇളിയേ ആവുള്ളൂ അല്ലെ? ചിരിക്കാൻ കഴിയുമോ നമുക്ക്? അള്ളാന്റെ റസൂല് ചിരിച്ചു. ചിരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരൊട്ടക്കപ്പുറത്ത് ചോളവും ഒരൊട്ടക്കപ്പുറത്ത് കാരക്കയും ലോഡ് ചെയ്തിട്ട് വിടൂ, സാധു പോകട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി വലൗ കുൻത ഫളൻ ഗരീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് തീരാൻ പോകുന്നില്ല. ഇതുപോലെ മുത്തുനബി അങ്ങ് പരിചയപ്പെടുകയാണെങ്കിൽ എത്ര 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 സംഭവങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഒരു ജൂതനായ ചെറുപ്പക്കാരന്റെ രോഗം കാണാൻ പോകുന്നു. മുത്തുനബി ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന്റെ രോഗം കാണാൻ പോയി. ഇതൊക്കെ പറയുമ്പോഴേക്ക് ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ സാസ്ത്രി ജൂതന്റെ രോഗം കാണാൻ മുത്തുനബി പോവേ, അതൊക്കെ കെട്ടുകഥയല്ലേ? കാരണം എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. ജൂതനുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരോടൊക്കെ നല്ല സഹകരണം കാണിച്ചിരുന്നു എന്ന് പറഞ്ഞ കഥ. ഇപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിലേക്ക് എന്നോ അടുക്കാട്ട് കൊണ്ടുവന്നിരുന്ന ഒരു ജൂത പെണ്ണുണ്ടായിരുന്നു. ദാ മുസ്ലിയാമാര് പ്രസംഗിച്ച് നടക്കുന്നത് അത് പച്ചക്കള്ളാണ്, കെട്ടുകഥയാണ്. ഞാൻ ഇന്നുവരെ ആ കഥ കണ്ടിട്ടില്ല കേട്ടോ. ഈ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ഇന്നുവരെ ആ കഥ കണ്ടിട്ടില്ല, കുറെ നോക്കിയതാണ്, അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ആ കഥ കെട്ടുകഥയായി എന്ന് പോയി വെക്കുക. അതുകൊണ്ട് എല്ലാ കഥയും കെട്ടുകഥയാവുമോ? അവിടെ വിഷയം അതാ ഞാൻ പറഞ്ഞ, സ്നേഹ ടച്ചുള്ള ഏതെങ്കിലും ഒരു സംഭവം, ഒരു ചരിത്ര സീൾ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കെട്ടുകഥയാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് പറയാണ്, ഇത് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം കാണാൻ പോയി. ആരുടെ? യഹൂദിയൻ. ഒരു യഹൂദിയുടെ രോഗം കാണാൻ പോയി. യഹൂദിയുടെ രോഗം കാണാൻ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദ റഅസിഹി, നബി തങ്ങൾ ചെന്നിട്ട് അതിന്റെ തലക്കം പുറത്ത് അവിടെ ഇരുന്നു, കുട്ടിന്റെ ചെറുപ്പക്കാരന്റെ തലക്കം പുറത്ത് ഇരുന്നിട്ട് രോഗവിവരങ്ങളൊക്കെ അന്വേഷിച്ചു, സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. എന്തൊക്കെയാ മോനെ, സുഖല്ലേ? കുട്ടി അങ്ങോട്ട് വല്ലാതായി. കാരണം മദീനയുടെ രാജാവ് സയ്യിദുനാ റസൂലുള്ളാഹി, ഇത്രയധികം ജനപിന്തുണയുള്ള നേതാവ് എന്റെ രോഗം കാണാൻ വന്നതാ, എന്റെ രോഗം കാണാൻ വന്നതാ. എന്തിനു വരണം എന്റെ രോഗം കാണാൻ ഈ മനുഷ്യൻ? പടച്ചോനെ, ഈ മനുഷ്യ സ്നേഹിയെ വിട്ട് വേറെ ഏതൊരു നേതാവിനെയാണ് ഞാൻ സ്വീകരിക്കുന്നത്? ഇയാൾ പറയുന്ന മതത്തിനപ്പുറത്ത് സത്യമായ ഒരു മതമുണ്ടോ? ഇതല്ലേ മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്ന മതം? ഇതല്ലേ മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്ന മത നേതാവ്? അതുകൊണ്ട് എനിക്ക് ഈ മനുഷ്യന്റെ മതം മതി, ഈ കുട്ടിക്ക് തോന്നുകയാണ്. അപ്പൊ കുട്ടി പതുക്കെ അങ്ങനെ എന്ത് ചെയ്തു? റസൂലുള്ളാഹിനോട് നല്ല ഹൃദയബന്ധം ഇങ്ങനെ കാണിച്ചു. അപ്പൊ റസൂലുള്ളാഹിക്ക് തോന്നി കുട്ടിക്ക് മുസ്ലിം ആകാൻ പൂതിയുണ്ട്, മുസ്ലിം ആകാൻ പൂതിയുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പതുക്കെ പറഞ്ഞു, മോനെ, ഈ ബന്ധങ്ങളൊക്കെ ഇവിടെയല്ലേ നടക്കുള്ളൂ. ഇവിടെ ഇപ്പൊ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലേ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ഇവിടെ റഹ്മാനായ അള്ളാഹു എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് പോലെ നമ്മളെല്ലാവരോടും നല്ല സന്തോഷത്തിൽ കഴിയും. പക്ഷെ നാളെ പടച്ചോൻ ആഖിറത്തിൽ റഹീമാണല്ലോ, അവനെ അനുസരിച്ചവർക്ക് മാത്രമേ സുഖവും സന്തോഷവും കൊടുക്കുള്ളൂ. അവിടെ എന്റെ മോൻ ഇതുപോലെ സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കണം എന്നാണ്, നമ്മളെ ഈ ബന്ധമൊക്കെ അവിടെയും തുടരണം എന്നാണ്. അതുകൊണ്ട് അസ്ലിം, മോനെ നീ മുസ്ലിം ആവുമോ? സയ്യിദുനാ റസൂലുള്ളാഹി ചോദിച്ചു. ഫനളറ ഇലാ വജ്ഹി അബീഹി വഹുവ ഇൻദഹു. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? തൊട്ടടുത്ത് നിൽക്കുന്ന വാപ്പാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. കാരണം മലയോളം പൂതിയുണ്ട് റസൂലുള്ളാഹിന്റെ മതം വിശ്വസിക്കാൻ. പക്ഷേ പക്ക ജൂതനായ വാപ്പാക്ക് പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ടപ്പോ ആ നോട്ടത്തിന്റെ അർത്ഥം അതാണ്, പക്ക ജൂതനായ വാപ്പാക്ക് ഇത് പറ്റുമോ അറിയില്ല. ഞാൻ
റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചാല്. അപ്പൊ വാപ്പാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ വാപ്പത് തിരിച്ചറിഞ്ഞു. മോന് പൂതിയുണ്ട്, മതം മാറാൻ പൂതിയുണ്ട്. വാപ്പയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഈ സന്ദർശനത്തിൽ ആകൃഷ്ടനായി. നബി വരുന്നൊരിക്കലും കരുതിയതല്ല, അവിടെയാണല്ലോ വന്നത്. അപ്പോഴാണ് ഈ വാപ്പ മകനോട് പറയാണ്, അബുൽ ഖാസിം, അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. അബുൽ ഖാസിം എന്ന റസൂലുള്ളാഹിന്റെ ഓമന പേരാ. അബുൽ ഖാസിമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണമെങ്കിൽ നീ അനുസരിച്ച മോനെ എന്ന് പറഞ്ഞാൽ നിനക്ക് അങ്ങനെ പൂതി ഉണ്ടെങ്കിൽ നിനക്ക് പോകാം, വാപ്പ ഇതിനെതിരൊന്നും അല്ലട്ടോ. ഉടനെ തന്നെ ഫഅസ്ലമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു. ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയപ്പോ മുത്തുനബി പറഞ്ഞ ഒരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. പടച്ചോനെ, അവസാന ഘട്ടത്തിലെങ്കിലും ഈ മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനായ നിനക്ക്, നീ രക്ഷിച്ചു തന്ന നിനക്കാട് സർവസ്തുതിയും റബ്ബേ. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി. കണ്ടങ്ങൾ, അള്ളാഹിന്റെ റസൂല് ജനങ്ങളെ അള്ളാഹിന്റെ മാർഗത്തിലേക്ക് വിളിക്കുന്നത് എത്ര തന്ത്രപരമായിട്ടാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ഇതിനോടുകൂടെ ഒക്കെ ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ആയത്തതായിരുന്നു. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഇതാ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആയത്ത്. ഈ ആഴ്ച പറഞ്ഞത് സൂറത്ത് ആല ഇംറാനിലെ ഈ ആയത്ത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേക സ്നേഹം കൊണ്ട്, അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേക സ്നേഹം കൊണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും, നിങ്ങൾ അവരോട് ലോല ഹൃദയനായി നബിയേ. വലൗ കുന്ത ഫല്ലൻ, തങ്ങള് കർക്കശ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ, വലീലൽ ഖൽബി, കഠിന ഹൃദയൻ, ശിലാഹൃദയനായിരുന്നെങ്കിൽ, ലംഫന്തു, ആ കൂട്ടുകാരൊക്കെ പിരിഞ്ഞു പോകുമായിരുന്നു. മിൻ ഹൗലിക്, തങ്ങളുടെ ചുറ്റുപാട് നിന്നും അവരൊക്കെ പിരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് ഫഅഫു അൻഹും, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വന്നുപോയതിന് നിങ്ങൾ പൊറുക്കലിനെ തേടണം. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ വശാവിറുഹും ഫിൽ അംരി. അവരോട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടിയാലോചിക്കണം. നിങ്ങൾ കൂടിയാലോചിക്കുക എന്തിന്? നേതാവെന്ന നിലയ്ക്ക് അനുയായികളോട് കാര്യങ്ങളൊക്കെ കൂടിയാലോചിക്കൽ ഒരു നേതാവിന്റെ നല്ല സ്വഭാവമാണ്. അപ്പം ജനങ്ങൾക്ക് നേതാവിനോട് ഒരു മതിപ്പുണ്ടാകും. അതുകൊണ്ട് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചോളൂ. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നിങ്ങളൊരു കാര്യം മനസ്സുകൊണ്ട് ഉറച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളെപ്പോലെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു നേതാവുമില്ല, ഒരു ബുദ്ധിമാനുമില്ല. മറ്റതൊക്കെ സോപ്പിടാൻ വേണ്ടി അവരോട് കാര്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് അവര് പറഞ്ഞത് തങ്ങളെ തീരുമാനത്തിനെതിരാണെങ്കിൽ, ഫൈദാ അസംത, ഒരു കാര്യം തങ്ങൾ നടത്തണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, ഫതവക്കൽ അലല്ലാഹ്, ജനങ്ങൾ എതിരാണോ എന്ന് നോക്കണ്ട, അല്ലാഹുവിൽ തവക്കുലാക്കി തങ്ങളെ തീരുമാനവുമായി മുന്നോട്ട് പോകുക. ഫതവക്കൽ അലല്ലാഹ്, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹു അവനിൽ ഭരമേൽപ്പിക്കുന്നവനെ ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. സൂറത്ത് ആല ഇംറാനിലെ 159-ാമത്തെ വചനമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരാഴ്ച കിട്ടും, ഇനി രണ്ടാഴ്ച കിട്ടുമോ? അല്ലേ, രണ്ടാഴ്ച കിട്ടും അല്ലേ? ഇൻഷാ അല്ലാഹ് രണ്ടാഴ്ച കിട്ടിയാലും ഇല്ലെങ്കിൽ രണ്ടാഴ്ച നമുക്ക് പറയാം. മുത്തനബിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ആയത്തുകളിലെ എല്ലാവർക്കും എന്തൊരു സന്തോഷം തോന്നുന്നു. ഹബീബിലേക്ക് നമ്മുടെ ഹൃദയം അടുക്കുന്നല്ലോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതെ അതെ, ഇൻഷാ അല്ലാഹ് ഓക്കെ, ഇൻഷാ അല്ലാഹ് ദ്വാരക്കാണ്. ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അൽഹംദുലില്ലാഹ് എത്രയോ കാലമായിട്ട് നമ്മുടെ ക്ലാസ്സിലുള്ളവരാ അവരൊക്കെ അടുത്ത ചൊവ്വാഴ്ച സൗദിയിലേക്ക് പോവുകയാണ്. അള്ളാഹു നല്ല ഖൈറായ ജോലി നൽകട്ടെ, അള്ളാഹു സന്തോഷമുള്ള ജോലി കൊടുക്കട്ടെ. ഉമ്മ ICUലാണ്. അള്ളാഹുവെ നീ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി കൊടുക്കണേ, അള്ളാഹ് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യും. പള്ളിദർസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉപ്പ ഇവിടുത്തെ മുദരിസിന്റെ ഒന്നാം മുദരിസ് വലിയ ഉസ്താദിന്റെ അദ്ദേഹത്തിന്റെ എളാപ്പയും കൂടെയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഉപ്പക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ആ ഉപ്പയുടെ
ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഖബർ ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കും. അതെ, ഫാറൂഖ് നഈമിയുടെ പരിപാടി ഇന്ന് കോളനി റോട്ടിൽ വെച്ചല്ലേ ബുഖാരി സമ്മേളന പ്രഖ്യാപനമാണ്. ഫാറൂഖ് നഈമിയുടെ ഹുബ്ബുൻ നബി പ്രഭാഷണവും, നല്ല പ്രഭാഷണം കേൾക്കാം മുത്തുനബിയെ പറ്റി. എല്ലാവരും വരണം എന്ന് എപ്പോഴാ സമയം? മഗ്‌രിബിന്റെ ശേഷം എല്ലാവരും കൂടണം എന്ന് നിങ്ങളോട് അറിയിക്കുകയാണ്. പിന്നെ ഇന്നല്ലേ പരിപാടി? ഇന്ന് തന്നെയാണ് നമ്മുടെ ഒരു പഞ്ചദിന പ്രഭാഷണവും തെങ്ങിലക്കടവ് മാവൂരിൽ വരുന്നത്. അതിന്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ എന്തായാലും അങ്ങോട്ട് പോരണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അവർക്കും അതിലൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾ വന്നില്ലെങ്കിൽ നാളെ മുതൽ ആരെങ്കിലുമൊക്കെ ആ പരിപാടികളിൽ വന്ന് പങ്കെടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്. നല്ലൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അർശിന്റെ തണൽ 5 ദിവസം, അർശിന്റെ തണൽ എന്ന വിഷയം, പഞ്ചദിന പ്രഭാഷണം തെങ്ങിലക്കടവ് മാവൂരിൽ, അതായത് ചെറുപ്പയിൽ നിന്ന് മാവൂരിലേക്ക് പോകുന്ന റൂട്ടിൽ ആ പാലം കഴിഞ്ഞ ഉടനെയാണ്. എല്ലാവരും പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കുക എന്ന് പ്രത്യേകം ഉണർത്തുന്നു. പിന്നെ ഒരുപാട് ആളുകൾ വലിയ വേദനിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന് ക്ലാസ്സിന് അങ്ങനെ കുറച്ച് ആളുകളെ ഒരു കുറവ് നല്ലോണം കാണുന്നുണ്ട്. ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നൊക്കെ ഫില്ലായെങ്കിലും ഇനിയും ധാരാളം ആളുകൾ കുറവുണ്ട്. അതൊക്കെ പരിപാടി ഒരു 4-5 ആൾ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പരിപാടിയാണ് സാറേ വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ പരിപാടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹും റസൂലുള്ളാഹിന്റെ മീലാദും ഒക്കെ ആണല്ലോ, ഒക്കെ അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബിയുടെ പൊരുത്തം നമുക്കൊക്കെ നൽകട്ടെ, അവർക്കും നമുക്കൊക്കെ നൽകട്ടെ. ഈ ഹബീബിനെ അല്ലെ നമുക്കിത് കാണാൻ ഭാഗ്യമുണ്ടായില്ലല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഹബീബിന്റെ കൈ പിടിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഹബീബിന്റെ കൂടെ നടന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ഹബീബിന് വേണ്ടി ചോദിക്കുന്ന പണം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കതിനൊന്നും കഴിഞ്ഞിട്ടില്ല. എങ്കിൽ ആ ഹബീബിനെ സ്നേഹിച്ച് ഇന്നും നമ്മൾ നിൽക്കുന്നുവെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സദസ്സിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈമാനിന്റെ കൂട്ടത്തിൽ അത്ഭുതകരമായ ഈമാനിന്റെ വക്താക്കൾ ആരാണ് എന്ന് നിങ്ങൾക്കറിയോ? മൻ അഅ്ജബുന്നാസി ഈമാന എന്ന് മുത്തുനബി ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ആരാ നബിയെ? ഏറ്റവും അത്ഭുതകരമായ ഈമാനിന്റെ വക്താക്കൾ ആരാ എന്ന് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അമ്പിയാക്കളായിരിക്കും. അപ്പൊ നബി പറഞ്ഞു, അമ്പിയാക്കളല്ല, അവർക്ക് നേരിട്ട് അള്ളാഹിന്റെ അടുത്ത് വഹിയിറങ്ങാൻ. മലക്കുകളായിരിക്കും. മലക്കുകളല്ല, അവർക്ക് നമ്മളെക്കാൾ നമുക്ക് ഗൈബായ പലതും അവർക്ക് ദൃശ്യമാണ്. അപ്പൊ അവർ വിശ്വസിക്കുന്നതിലൊന്നും അത്ഭുതമല്ല. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം മുത്തുനബി പറഞ്ഞു, അപ്പൊ അവര് പറഞ്ഞു, എന്നാ പിന്നെ ഞങ്ങളായിരിക്കും സ്വഹാബത്ത്, തങ്ങളെ കണ്ട ഞങ്ങളായിരിക്കും. അപ്പൊ പറഞ്ഞു, നിങ്ങളുമല്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നതിൽ എന്ത് അത്ഭുതമാണ്. തങ്ങൾ പറയാം, മാലക്കും ലാ തൂമിനൂൻ, നിങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ എന്ത് ന്യായമുണ്ട് നിങ്ങൾക്ക്? അന ബൈന അദ്ഹുരിക്കും. നബി തങ്ങൾ പറയാൻ, ഞാനാകുന്ന ഈ പൂർണ്ണ സിറാജ്, ഈ വിളക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ പിന്നെ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലല്ലേ. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹിനെ കണ്ടിട്ടും വിശ്വസിക്കാത്ത അബൂജഹൽ മഹാമണ്ഡനാണല്ലോ അല്ലെ. റസൂലുള്ളാഹിനെ കണ്ടിട്ടും വിശ്വസിക്കാത്ത അബൂജഹല്. എന്നിട്ട് നബി പറയാ, കണ്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചതല്ല പുതുമ. അതേസമയം ഞാൻ ഈ പറഞ്ഞത് ഒരു ടീം ഇവിടെ വരാനുണ്ട്. അവരെന്നെ കണ്ടിട്ടില്ല, എന്നെ കണ്ടവരെയും കണ്ടിട്ടില്ല. അവർ കിതാബുകളിലൂടെ വായിച്ചു, പറഞ്ഞു കേട്ടു ഇങ്ങനെ ഒരു ഹബീബ് ഉണ്ടായിരുന്നു. എന്നിട്ടവര് മനസ്സ് പറച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചു. അവരാണ് എന്റെ കൂട്ടുകാരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുന്നത്. അത് നമ്മളെ പറ്റി പറഞ്ഞതാ. മുത്തുനബിയോട് മഹബത്ത് വേണം. ഹബീബിനോട് മഹബത്ത് ഉണ്ടെങ്കിൽ ആ വാക്ക് ഞമ്മക്ക് അനുകൂലാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. പടച്ചോനെ, എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണം. അമ്പായത്തിങ്ങല് അബ്ദുസലാം എന്ന് പറഞ്ഞയാള് മരണപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം. അതുപോലെ തന്നെ ഇവിടെ പെയിന്റിങ് നടന്ന സമയത്ത് കുറച്ച് ബക്കറ്റുകൾ ബാക്കിയുണ്ട്. അത് പള്ളിയുടേതായതുകൊണ്ട് വെറുതെ ആർക്കും കൊടുക്കാൻ വയ്യല്ലോ, എന്തെങ്കിലും ഒരു പൈസക്ക് അത് കൊടുക്കുന്ന ചുറ്റുപാടാണ്. വലിയ ബക്കറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. വലിയ ബക്കറ്റ് 150 രൂപ കൊടുത്താലും ഇവിടെ നിന്ന് കിട്ടും. ആവശ്യക്കാരുണ്ടെങ്കിൽ അത് വാങ്ങണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പുറത്തുനിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ചോദിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ആ ബക്കറ്റിന് പ്രത്യേക താല്പര്യമുള്ള ആളുകൾ, നല്ല ഉറപ്പുള്ള, പൊട്ടൂല,
എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് അടുത്ത വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ പെയിന്റിങ് അടക്കുന്നുണ്ടെങ്കിൽ ചെന്ന് എടുക്കാറാണ് സാധാരണ പതിവ്. അപ്പൊ അതുകൊണ്ട് പള്ളിയുടേതാവുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തു പോകാന്നുള്ള എനിക്ക് 150 രൂപ വാവക്കൊന്നു വേണമെന്നില്ലേ? വാവ ബുക്ക് ചെയ്തു, അതെ, മാഷും ബുക്ക് ചെയ്തു. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അവർ തരും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേർച്ച എന്നാ മാഷേ? 4-ാം തീയതി. എപ്പോഴാ? ഉച്ചക്ക് അല്ലെ? 4-ാം തീയതി ഉച്ചക്കാണ് മീലാദ് നേർച്ച ഇവിടെ നടക്കുന്നത്. 11 മണിക്ക്. അൽഹംദുലില്ലാഹ്. CP ബീരാം മുസ്ലിയാർ പൂക്കോട്ടിയാല അദ്ദേഹമാണ് ദുആഇന് നേതൃത്വം നൽകുന്നത്. നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. അപ്പൊ ആ പരിപാടിക്ക് നമ്മളിപ്പോ ഒരു പൈസ പിരിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതിലേക്ക് ഇറച്ചിയൊക്കെ ആരെങ്കിലും ഒക്കെ തരാൻ കരുതുന്നുണ്ടെങ്കിൽ അത് മാത്രം സ്വീകരിക്കും. കാശായിട്ട് ആരോടും വാങ്ങുന്നില്ല. ഒരു 5 കിലോ ഇറച്ചി ആരെങ്കിലും ഒക്കെ തരാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ സമയമൊന്നും എടുക്കൂല. അതാ ആചാര്യ 5 കിലോ കുഞ്ഞാലിനാ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് കുടുംബത്തിലും അദ്ദേഹത്തിനും ഒക്കെ ഉള്ള വിഷമങ്ങൾ, അതുപോലെ തന്നെ എല്ലാവരും നാട്ടുകാരിലും അദ്ദേഹത്തിനും കുടുംബത്തിലും ഒക്കെ ഉള്ള വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ കുടുംബത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. മാനസികമായ എല്ലാ സന്തോഷവും നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നൽകണേ അല്ലാഹ്. പിന്നെ വേറെ ആരുണ്ടോ? ഹക്കീമാജി എത്ര? അൽഹംദുലില്ലാഹ് 1100 രൂപ. ഇവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 5 കിലോ ഇവിടെ മലയറമ്പ്. ഇങ്ങനെ ഇൻഷാ അല്ലാഹ് 5 കിലോ. പിന്നെ അതെ ഔറാജി അവിടെ ബാക്കിൽ. അതെ കരീം. അതെന്നാ ഇനി നിങ്ങളെങ്ങനെ അല്ലേ? സലാമജിയാൻ നടന്നാ പോരെ? നിങ്ങളെ നടന്നാ മതിയല്ലേ? കിട്ടിക്കോളൂ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം എല്ലാവരും. അപ്പോ പെട്ടെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഒന്ന് അദ്ദേഹത്തെ കണ്ട് നിങ്ങൾ വിളിച്ചു വരുത്തി. കാരണം അത് റസൂലുള്ളാഹിന്റെ പരിപാടി ആയതുകൊണ്ട് നമ്മൾ സ്വയം അങ്ങോട്ട് ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യമാണത്. അപ്പൊ പരമാവധി ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദ്വാരക്കാൻ പോവുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ തന്നവർ ഇനി തരാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പല ഉദ്ദേശങ്ങളുണ്ട്. മക്കളെ കെട്ടിക്കാൻ വിഷമിക്കുന്നവർ, എപ്പോഴും സങ്കടങ്ങൾ പറയുന്നവർ, അതിനൊക്കെ ഒരു അവസാനമാവണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇന്ന് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര നല്ല കാര്യങ്ങൾ, ഇതൊക്കെ മുന്നിൽ വെച്ചിട്ട് നമുക്കൊന്ന് ദുആ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് അന്തത്തത്തിലൂടെ ചൊല്ലി അങ്ങ് ദുആ ചെയ്ത് പിരിയാം. എല്ലാവരും അത് ചൊല്ലുക. അതിന്റെ ഇടയിൽ എല്ലാവരും ഒരു 5-10 കിലോനൊക്കെ കൊടുക്കാൻ പറ്റുന്നവർ അത് അൽഹംദുലില്ലാഹ്. അതാ ഞാനത് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും അത് വിളിച്ച് തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. നമുക്ക് അന്തത്തത്തിലൂടെ ചൊല്ലി സമയം കളയണ്ട, വേഗം ദുആ ചെയ്യാം. الصلاة على النبي